മിനിസ്റ്റർ പങ്കെടുക്കാനെത്തിയ കല്ലിടൽ ചടങ്ങ്. JCB കൊണ്ട് കുഴിയെടുക്കവേ മനുഷ്യന്റെ അസ്ഥികൂടം കിട്ടുന്നു. ആ അസ്ഥികൂടത്തിന് ഒരു കൈയില്ല. ഒന്നുകിൽ കൈയില്ലാത്ത ആളാകും, അല്ലെങ്കിൽ കൈ വെട്ടിയ ശേഷം കുഴിച്ചു മൂടിയത്. കേസ് അന്വേഷിക്കുവാനായിട്ട് മൂസ എന്ന ഉദ്യോഗസ്ഥനെത്തും. ദുരൂഹത നിറഞ്ഞ അസ്ഥികൂടം ആരുടേതാണ്, അതിനു പിന്നിൽ ആരാണ് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വദന്തി എന്ന തമിഴ് വെബ് സീരീസിന്റെ 2ാമത്തെ സീസന്റെ കഥ നോക്കിയാലോ? വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കാനും മറക്കരുതേ. കഥ ആരംഭിക്കുമ്പോൾ രണ്ടുപേർ പുഴക്കരയിൽ വെച്ച് വലിയ ഫൈറ്റ് നടത്തുകയാണ്. രണ്ടുപേരുടെയും കയ്യിൽ ആയുധങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഒരാൾ മറ്റൊരാളെ പുഴയിൽ മുക്കിയതിനു ശേഷം കയറിപ്പോവുകയാണ്. ആരാണ് ഇവരെന്നുള്ളത് കാണിക്കുന്നതേയില്ല. ആ സീൻ അവിടെ കട്ടായി മിനിസ്റ്ററിനെയാണ് കാണിക്കുന്നത്. കല്ലിടൽ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് മിനിസ്റ്റർ. പ്രസംഗമെല്ലാം കഴിഞ്ഞ് കല്ലിടാൻ വേണ്ടിയിട്ട് JCB കുഴിയെടുക്കുന്ന സമയത്തോ അവിടെ നിന്നും മനുഷ്യൻ്റേതെന്ന് പോലെ തോന്നിക്കുന്ന ഒരു അസ്ഥികൂടവും കിട്ടുന്നു. സംഭവ സ്ഥലത്തേക്ക് പോലീസുകാരും മീഡിയക്കാരും എല്ലാവരും എത്തുകയാണ്. ആ സീൻ അവിടെ കട്ടായി നമ്മുടെ കഥാനായകനായ മൂസയാണ് കാണിക്കുന്നത്. മൂസ ഒരു കേസ് സംബന്ധമായിട്ട് കോടതിയിൽ എത്തിയിരിക്കുകയാണ്. മൂസ ഇപ്പോൾ പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി മറ്റൊരു സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുക. ആദ്യം കുറേ നാൾ മധുരയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. മൂസയുടെ വൈഫാണെങ്കിലോ പ്രഗ്നന്റ് ആണ്. പ്രഗ്നന്റ് ആയ വൈഫിന് വേണ്ടിയിട്ട് ഒരു സഹായവും ചെയ്തു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് മൂസയ്ക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു. കാരണം മൂസ അത്ര തിരക്കില, അവന് പണിഷ്മെന്റ് കിട്ടിയിരിക്കുകയല്ലേ. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു ഈ അസ്ഥികൂടമൊക്കെ കിട്ടിയ സ്ഥലത്തേക്ക് SP വരുന്നതും. അസ്ഥികൂടം ആരുടേതെന്ന് കണ്ടുപിടിക്കേണ്ട ചുമതല ഇപ്പോൾ SPക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ SP നേരെ എത്തുന്നത് മൂസയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. മൂസയോട് ഈ ഒരു കേസ് താൻ അന്വേഷിക്കണമെന്നും SP ആവശ്യപ്പെടുന്നു. അയ്യോ മാഡം, ഒന്നാമതേ എനിക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ ഈ ഒരു കേസ് അന്വേഷിച്ചിട്ട് ഇതാരുടേതാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്റെ ജോലി പോകും. അതുകൊണ്ട് എനിക്ക് കഴിയില്ല എന്ന് മൂസ പറയുന്നു. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കേസ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിക്കണം. ഇത് സംബന്ധിച്ച് എന്ത് പ്രശ്നം വന്നാലും അത് ഞാൻ ഏറ്റെടുത്തോളാം. നിന്റെ ജോലി അത് ബാധിക്കില്ല എന്നുള്ള കാര്യം SP പറയുന്നു. അതനുസരിച്ച് മൂസ ഒരു കേസ് അന്വേഷിക്കുവാനായും തീരുമാനിക്കുകയാണ്. ആരുടേതാണ് ആ ഒരു അസ്ഥികൂടം? അതായിരുന്നു മൂസയ്ക്ക് കണ്ടുപിടിക്കേണ്ടത്. കൂടാതെ മൂസ SP-യോട് ഒരു കാര്യം കൂടി ആവശ്യപ്പെടുന്നു. തനിക്ക് ഈ ഒരു കേസ് അന്വേഷിക്കുന്നതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഹെൽപ്പ് കൂടി ആവശ്യമാണെന്ന് പറഞ്ഞ് രാമൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് പറയുന്നു. SP-യും അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ രാമൻ മൂസയ്ക്കടുത്തേക്കെത്തും. ഈ രാമൻ ആരെന്നാൽ ആദ്യത്തെ സീസണില് പോലീസ് ഉദ്യോഗസ്ഥനായ വിവേകിനൊപ്പം കേസ് അന്വേഷിക്കുന്നതിന് കൂടെ നിന്ന ആളാണ് രാമൻ. അതുകൊണ്ടാണ് മൂസ തന്റെ കേസന്വേഷണത്തിന് രാമനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ സീസന്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. മൂസയ്ക്കടുത്തേക്ക് എത്തുന്ന രാമൻ, സാറേ നമ്മൾ ഏത് കേസാണ് അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു അസ്ഥികൂടം കിട്ടിയില്ലേ, അത് ആരുടേതാണെന്ന് കണ്ടെത്തണം, അതാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നതെന്ന് മൂസ പറയുന്നു. അയ്യോ, അത് കുറച്ച് കുഴപ്പം പിടിച്ച കേസാണല്ലോ എന്നായിരുന്നു രാമന്റെ മറുപടി. മൂസയും രാമനും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടി അസ്ഥികൂടം കിട്ടിയ സ്ഥലത്തേക്കെത്തി അവിടെ മാകെ പരിശോധിക്കുന്നു. അതിനുശേഷം ഡോക്ടറിന്റെ അടുത്തേക്കാണ് എത്തുന്നത്. ഡോക്ടറിനോട് അസ്ഥികൂടത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അസ്ഥികൂടം കിട്ടിയപ്പോഴേ എല്ലാ അസ്ഥികളും ഒടിഞ്ഞു നുറുങ്ങിയിരിക്കുകയാണ്. മാത്രവുമല്ല ആ ഒരു അസ്ഥികൂടത്തിന് ഒരു കൈയുമില്ല. ഈ ഒരു കൈ മുൻപേ നഷ്ടപ്പെട്ടതാണോ അതോ കൈ വെട്ടിയെടുത്തതിനു ശേഷം ആരെങ്കിലും കുഴിച്ചു മൂടിയതാണോ എന്ന സംശയം മൂസ ചോദിക്കുമ്പോഴോ അത് ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും കൺഫേം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ഒരു തെളിവുകളും കിട്ടാതെ എങ്ങനെ ഈ ഒരു കേസ് അന്വേഷിക്കും എന്നതായിരുന്നു മൂസയുടെയും രാമന്റെയും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെയും ചിന്ത. ഡോക്ടറിൽ നിന്ന് കിട്ടിയ വിവരങ്ങളെല്ലാം മൂസ SP-യെ വിളിച്ച് പറയുന്നു. മാഡം, ഒരു കൈയില്ലാതെയാണ് അസ്ഥികൂടം കിട്ടിയിരിക്കുന്നത്. ആ കൈ അവിടെ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തണം. വീണ്ടും അവിടെ കുഴിക്കണമെന്നും മൂസ SP-യോട് പറയുന്നു. SP അതിനുള്ള ഓർഡർ കൊടുക്കുകയാണ്. അങ്ങനെ അതേ സ്ഥലം തന്നെ വീണ്ടും കുഴിക്കുവാനായും ആരംഭിക്കുന്നു. ആ സീൻ അവിടെ കട്ടായി ഫ്ലാഷ് ബാക്കിലൂടെ 3-4 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ് കാണിക്കുന്നത്. ജല്ലിക്കെട്ട് നടക്കുന്നു. ജല്ലിക്കെട്ടിൽ പങ്കെടുക്കുവാനായിട്ട് മണി എന്നൊരു പയ്യൻ വരികയാണ്. ഈ മണിയെ തന്നെ നോക്കിയിരിക്കുകയാണ് നില എന്ന പെൺകുട്ടി. നിലയ്ക്ക് മണിയെ ഒരുപാട് ഇഷ്ടമാ. പക്ഷെ അത് മണിക്കറിയത്തില്ല. മണിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് പ്രഭ. ഈ നില അമ്മ പറയുന്ന ജോലികളൊന്നും ചെയ്യാതെ വീട്ടിലെപ്പോഴും ഫോണും കളിച്ചാണിരിക്കുന്നത്. അവൾക്ക് ആകെ പേടിയുള്ളത് അവളെ ഈ നില അമ്മ പറയുന്നതൊന്നും കേൾക്കാതെ വീട്ടിലെപ്പോഴും ഫോണും കളിച്ചാണിരിക്കുന്നത്. അവൾക്ക് ആകെ പേടിയുള്ളത് അവളുടെ ചേട്ടനെ മാത്രമാ. ചേട്ടൻ വരുന്നത് കാണുമ്പോൾ തന്നെ ഫോണും മാറ്റിവെച്ച് അമ്മയ്ക്കടുത്തേക്ക് ചെല്ലും. ആരെങ്കിലും ഒരാളെ നിനക്ക് പേടിയുണ്ടല്ലോ, അത് തന്നെ ഭാഗ്യമെന്നാണ് അമ്മ പറയുന്നത്. മണിക്കൊരു സഹോദരിയുണ്ട്. സഹോദരിയും അവളുടെ കൂട്ടുകാരിയെ പൂർണ്ണയും കൂടി സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്ന സമയം മണിയുടെ സഹോദരി ആരെയോ കാണുന്നതും വല്ലാതെ പേടിക്കുകയും സ്റ്റെപ്പും തെറ്റിക്കുന്നു. ഡാൻസ് എല്ലാം കളിച്ചു കഴിഞ്ഞിറങ്ങിയതും മണിയുടെ സഹോദരി
സഹോദരി നിന്ന് കരയുക. എന്തിനാ നീ കരയുന്നതെന്ന് പൂർണ്ണി ചോദിക്കുമ്പോൾ ഞാൻ ഡാൻസ് തെറ്റിച്ചില്ലേ അതിനാന്ന് പറഞ്ഞ് അവൾ വല്ലാതെ കരയുന്നു. അതൊക്കെ സാരമില്ല, പിന്നീട് അതെല്ലാം റെഡിയായില്ലേ. അല്ല, നീ ആരെ കണ്ടിട്ട് ആ സ്റ്റേജിൽ പേടിച്ചു നിന്നതെന്ന് പൂർണ്ണി ചോദിക്കുമ്പോൾ അതിന് മണിയുടെ സഹോദരിക്ക് മറുപടിയില്ല. അവൾ വീണ്ടും പേടിച്ചതുപോലെ നിൽക്കുകയാണ്. മറ്റൊരു വശത്ത് മണിയെയാണ് കാണിക്കുന്നത്. രാത്രി സമയം മണിക്കൊരു കോള് വരുന്നു. വിളിച്ചത് നിലയായിരുന്നു. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നാണ് നില കോളെടുത്ത മണിയോട് പറയുന്നത്. ഇഷ്ടമാണെന്നോ? അതിന് നീ ആരാന്ന് മണി ചോദിക്കുമ്പോൾ പേടിച്ച നില കോള് കട്ട് ചെയ്ത് കളയുന്നു. ആരാണ് തന്നെ വിളിച്ചതെന്നോ ആരാണ് തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്നോ ഒന്നും തന്നെ മണിക്ക് അറിയത്തേയില്ല. ആ ഒരു സീൻ അവിടെ കട്ടായി പ്രസന്റ് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. മൂസയും രാമനും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് അസ്ഥികൂടത്തിന്റെ നഷ്ടമായ കൈക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. അസ്ഥികൂടം കിട്ടിയ സ്ഥലം വീണ്ടും കുഴിച്ചു നോക്കുന്നു. ഒരു ഘട്ടത്തിൽ വീണ്ടും ഒരു അസ്ഥികൂടവും നഷ്ടമായ അസ്ഥികൂടത്തിന്റെ കൈയുടെ അസ്ഥികൂടവും കിട്ടുകയാണ്. ആ ഒരു കൈയുടെ അസ്ഥികൂടത്തിൽ വളയുണ്ടായിരുന്നു. വളയൊന്ന് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അതൊരു സ്വർണ്ണ വളയാണെന്നുള്ള കാര്യം മൂസയ്ക്ക് മനസ്സിലായി. മൂസ അതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു ജ്വല്ലറിയിലേക്ക് പോകുന്നു. ആ ഒരു സ്വർണ്ണവള കണ്ട ജ്വല്ലറിക്കാരൻ ഇത് സ്വർണ്ണ വളയല്ല, ഇതൊരു തരം കാപ്പാണ്, ഈ കാപ്പ് ഉണ്ടാക്കുന്നത് മറ്റൊരാളാണെന്ന് പറഞ്ഞ് ഒരു സ്വർണ്ണ പണിക്കാരന്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നു. മൂസയും രാമനും നേരെ എത്തുന്നത് ആ സ്വർണ്ണ പണിക്കാരന്റെ വീട്ടിലേക്കാണ്. അയാളോട് ഈ ഒരു കാപ്പിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഈ കാപ്പ് നിർമ്മിച്ചത് ഞാൻ തന്നെയാണ്. ജല്ലിക്കെട്ട് നടക്കുമ്പോൾ ജല്ലിക്കെട്ടിൽ വിജയിക്കുന്ന 15 പേർക്ക് സമ്മാനമായി നൽകുന്ന 15 കാപ്പ് ഞാൻ തയ്യാറാക്കി. അവർക്ക് സമ്മാനമായി കൊടുക്കുന്നതാണിതെന്നുള്ള കാര്യം സ്വർണ്ണ പണിക്കാരൻ സമ്മതിക്കുന്നു. ജല്ലിക്കെട്ടിന്റെ വീഡിയോ ഫുട്ടേജ് എല്ലാം മൂസ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് വിജയിച്ച 15 പേർക്ക് സ്വർണ്ണ കാപ്പ് നൽകിയിട്ടുണ്ട്. ഈ കാപ്പ് കിട്ടിയതിൽ ആരോ ഒരാളുടെ അസ്ഥികൂടമാണ് കിട്ടിയതെന്നുള്ള കാര്യം മൂസയ്ക്ക് മനസ്സിലായി. മൂസയും രാമനും ഈ ഒരു വിവരം SP അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അസ്ഥികൂടം ആരുടേതാണെന്ന് കണ്ടെത്തണമല്ലോ. അതിന് DNA പരിശോധന നടത്തണം. DNA സാമ്പിൾ എടുക്കണമല്ലോ മറ്റുള്ളവരുടെ. അതിന് സാമ്പിൾ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം രാമനും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ആ ഒരു ഹോസ്പിറ്റലിലെ നഴ്സ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. മറ്റൊരു വശത്ത് ഡോക്ടറിനെയാണ് കാണിക്കുന്നത്. നേരത്തെ കിട്ടിയ അസ്ഥികൂടവും ഇപ്പോൾ കിട്ടിയ അസ്ഥികൂടവും പിന്നെ ഒരു അസ്ഥികൂടത്തിന്റെ കൈയും പരിശോധിച്ച് നോക്കുകയാണ് ഡോക്ടർ. ആ അസ്ഥികൂടങ്ങൾ രണ്ടും ആണിന്റേതാണോ പെണ്ണിന്റേതാണോ എന്ന് അറിയണമെങ്കിൽ ഡോക്ടർ അത് പറയണം. ഡോക്ടറിനോട് മൂസയും SPയും അത് ചോദിക്കുമ്പോൾ ഞാനത് പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നത്. മറ്റൊരു വശത്ത് രാമനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ജല്ലിക്കെട്ടിൽ വിജയിച്ചവർക്കടുത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് അവരോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. അതിൽ നിന്നും കുറച്ചുപേരുടെയൊക്കെ കയ്യിൽ ഇപ്പോഴും കാപ്പുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. എന്നാൽ എല്ലാവരെയും ചോദ്യം ചെയ്തിട്ട് ഒരാളെ മാത്രം ഒഴിവാക്കിയിട്ടാണ് രാമനൊക്കെ മൂസയ്ക്കടുത്തേക്ക് എത്തുന്നത്. രാമനൊക്കെ ഒഴിവാക്കിയ ആളുടെ പേര് മണി എന്നാണ്. നീ എന്താ മണിയെ ഒഴിവാക്കിയെന്ന് ചോദിച്ച് മൂസ ഒരുപാട് വഴക്ക് പറയും. എന്തായാലും ഇനി ഞാൻ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് മൂസ അടുത്ത ദിവസം തന്നെ മണിയുടെ വീട്ടിലേക്ക് എത്തുന്നു. മണിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മണി ഇപ്പോൾ ജയിലിലാണെന്നുള്ള കാര്യമാണ് മൂസയ്ക്ക് അറിയാൻ കഴിഞ്ഞത്. മണി എന്തിനാണ് ജയിലിൽ പോയതെന്നും മണി ചെയ്ത കുറ്റം എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് മൂസ നേരെ എത്തുന്നത് മണിയെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനടുത്തേക്കാണ്. മണിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മണിയുടെ സഹോദരിയും മണിയുടെ കാമുകിയായ നിലയും കാണാതായി. ഇതുവരെയായിട്ടും അവരെവിടെയാണുള്ളതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവരെ കാണാതായതിന് പിന്നിൽ മണിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മണിയെ അറസ്റ്റ് ചെയ്തത് എന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഇതുവരെയായിട്ടും നിലയും മണിയുടെ സഹോദരിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏകദേശം ഇത് സംഭവിച്ചിട്ട് 2 വർഷമായി എന്നറിഞ്ഞതോടുകൂടി മൂസ ഉടനെ തന്നെ ഈ ഒരു വിവരം SP അറിയിക്കുന്നു. എന്നാൽ SP പറയുന്നത് അപ്പോൾ 2 വർഷമായെങ്കിൽ ആ കിട്ടിയിരിക്കുന്ന അസ്ഥികൂടം 2 പെൺകുട്ടികളുടേതുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കേസ് എളുപ്പമായില്ലേ, കൊലപാതകയും കണ്ടുപിടിച്ചില്ലേ, ഇനി നമുക്ക് വേറെ പ്രശ്നമില്ലല്ലോ, ആരുടേതാണ് അസ്ഥികൂടമെന്നും മനസ്സിലായല്ലോ എന്നുള്ള കാര്യം SP പറയുമ്പോൾ മാഡം ഇത് ചെയ്തത് മണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നായിരുന്നു മൂസയുടെ മറുപടി. ആ സീൻ അവിടെ കട്ടായി ജയിലിൽ കിടക്കുന്ന മണിയാണ് കാണിക്കുന്നത്. ഒപ്പം മണിയുടെ ഒരു ഫ്ലാഷ് ബാക്കും. മണിയും കൂട്ടുകാരനും ചേർന്ന് നേരെ പോകുന്നത് ഈ കന്നുകാലികളെയൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവരെ വാങ്ങുവാൻ വേണ്ടിയിട്ടുള്ള കാര്യമൊക്കെ റെഡിയാക്കുകയാണ് മണി. കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് അവൻ പോയിരിക്കുന്നതും. മണിക്ക് ഈ ഒരു കാര്യമൊക്കെ നല്ല അറിവുള്ളതാണ്. അന്നേ ദിവസം രാത്രി തന്നെ മണിയെ നില കോള് ചെയ്യുന്നു. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്നും നിങ്ങൾ എനിക്കൊന്ന് കാണണമെന്നുമായിരുന്നു നില ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് നില പറഞ്ഞ സ്ഥലത്തേക്ക് അടുത്ത ദിവസം തന്നെ മണി എത്തുന്നു. മണിയെ കാണുന്ന നിലയ്ക്ക് മണിയുടെ അടുത്തേക്ക് പോയി സംസാരിക്കുവാൻ തന്നെ പേടിയായിരുന്നു. ഒടുവിൽ നിലയുടെ കൂട്ടുകാർ നിർബന്ധിച്ചിട്ടാണ് അവൾ മണിക്കടുത്തേക്ക് ചെല്ലുന്നതും. മണിക്കടുത്തേക്ക് വരുന്ന നില ഞാനാണ് നിങ്ങളെ ഫോൺ ചെയ്തതെന്നും എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നുള്ള കാര്യവും മണിയോട് പറയുന്നു. മണിക്ക് ഒരുപാട് സന്തോഷമാവുക
ഇഷ്ടമാവുകയാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ മണിക്ക് നിലയെ കണ്ടതും ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പ്രണയിക്കുവാനായും ആരംഭിക്കുകയാണ്. മണിയുടെ സഹോദരി എന്ന് പറഞ്ഞില്ലേ, സഹോദരിയുടെ പേര് ഗീത എന്നാണ്. മണിക്ക് പ്രഭയെ കൂടാതെ മറ്റൊരു സുഹൃത്തു കൂടിയുണ്ട്. സുന്ദർ എന്നാണ് അവന്റെ പേര്. സുന്ദർ അവരെക്കാളും പ്രായത്തിന് ഇളയതാണ്. പക്ഷേ സുന്ദറിന് ഗീതയെ ഒരു നോട്ടമുണ്ട്. സുന്ദർ മണിയില്ലാത്ത തക്കം നോക്കി മണിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. സുന്ദറിന് കുടിക്കുവാനായിട്ട് വെള്ളം വേണമെന്നാണ് സുന്ദർ ആവശ്യപ്പെടുന്നതും. അവനിത് വെള്ളം എടുത്ത് കൊടുക്കുവാനായിട്ടും മണിയുടെ മുത്തശ്ശിയാണെങ്കിൽ ഗീതയോട് ആവശ്യപ്പെടുന്നു. ഗീത വെള്ളവുമായിട്ട് വരുന്ന സമയത്ത് സുന്ദർ വല്ലാതെയാണ് ഗീതയെ നോക്കുന്നത്. ചേട്ടന്റെ കൂട്ടുകാരൻ എന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നതെന്നൊക്കെയാണ് അവൾ ചിന്തിക്കുന്നതും. അതിനുശേഷം അവൾ വെള്ളവും കൊടുത്തിട്ട് അകത്തേക്ക് കയറി പോകുന്നു. മണിയും നിലയും പ്രണയിക്കുവാനായി ആരംഭിച്ചല്ലോ. അവർ രണ്ടുപേരും എപ്പോഴും കോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മണി താൻ നിലയെ പ്രണയിക്കുന്ന വിവരം കൂട്ടുകാരനായ പ്രഭയോട് പറയും. എന്നാൽ പ്രഭ പറയുന്നത്, ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടി എന്റെ അടുത്തേക്ക് വന്നതാണ്, അവൾ എന്നെ പ്രണയിക്കുന്നു എന്നും പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കുറേ നാൾ പ്രണയിച്ചു. എന്നാൽ ഒടുവിൽ അവൾ എനിക്കിട്ട് നല്ല പണി തന്നിട്ട് പോവുകയാ ചെയ്തത്. നീയും അതുപോലെ സൂക്ഷിച്ചോ, ഇവരൊന്നും നിന്റെ കൂടെ കാണില്ല എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൻ അവനെ ഉപദേശിക്കുന്നു. അത് കേട്ട മണിക്ക് ഇതൊന്നും നേരെ ആയില്ലെങ്കിലോ, നില തന്നെ ചതിച്ചാലോ എന്ന് പേടിച്ച് ഉടനെ തന്നെ നിലയെ വിളിച്ചിട്ട്, നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള പ്രണയം ഒരിക്കലും സെറ്റാകുമെന്ന് തോന്നുന്നില്ല, നമുക്ക് പിരിയാമെന്ന് പറഞ്ഞിട്ട് അവൻ കോള് കട്ട് ചെയ്ത് കളയുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ മണിയുടെ ഫോണിലേക്ക് നില അയച്ച ഫോട്ടോ അവൾ കൈ കട്ട് ചെയ്തതാണ്. നിലയ്ക്ക് മണിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഈ ഒരു ബന്ധം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നിലയ്ക്ക് സഹിക്കാൻ കഴിയാത്തതും. ഈ ഒരു വിവരം മണി പ്രഭയോട് പറയും. അത് കേട്ട പ്രഭ, ഡേ എന്റെ കാമുകിയും ഇത് തന്നെയാ ചെയ്തത്. എനിക്കിതെല്ലാം കേട്ടിട്ട് എന്നെ പ്രണയിച്ച പെണ്ണും നിന്നെ പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണും ഒരാളാണെന്നാണ് തോന്നുന്നതെന്നുള്ള കാര്യം പ്രഭ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ബാ, നമുക്ക് അവളെ പോയി നേരിട്ട് കാണാമെന്ന് പറഞ്ഞ് മണി പ്രഭയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ആ സീൻ അവിടെ കട്ടായി പ്രസന്റ് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ജയിലിൽ കിടക്കുന്ന മണിക്കടുത്തേക്കും അവന്റെ സാമ്പിൾ കളക്ട് ചെയ്യുവാനായിട്ട് ആളെത്തുന്നു. അങ്ങനെ സാമ്പിളൊക്കെ കൊണ്ടുപോയി DNA ടെസ്റ്റ് എല്ലാം നടത്തി നോക്കുന്നതിൽ നിന്നും DNA ടെസ്റ്റ് നടത്തി റിപ്പോർട്ടും വരികയാണ്. റിപ്പോർട്ട് പ്രകാരം ആ അസ്ഥികൂടം രണ്ടും നിലയുടേതും ഗീതയുടേതുമാണെന്ന് തെളിഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ. ആ ഒരു അസ്ഥികൂടം ആരുടേതാണെന്ന് കണ്ടെത്തിയില്ലേ, ഇനി എന്തായാലും കേസ് ക്ലോസ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് SP നിൽക്കുന്നത്. മാഡം, കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്താൽ എന്താ എന്നുള്ള കാര്യം മൂസ പറയുന്നുണ്ട്. കാരണം എന്തെന്നാൽ ആ രണ്ട് പെൺകുട്ടികൾക്കും ഈ ഒരു അവസ്ഥ വരാൻ കാരണം മണിയല്ല എന്നുള്ളത് മൂസയുടെ മനസ്സ് നന്നായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അതേസമയം മൂസയ്ക്ക് സംഭവിച്ച പ്രശ്നം എന്താണെന്നാണ് കാണിക്കുന്നത്. മൂസയ്ക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയത് സത്യത്തിൽ 8 വർഷമായിട്ട് മൂസയ്ക്ക് കുട്ടികളില്ല എന്ന് പറഞ്ഞില്ലേ. മൂസയാണെങ്കിലോ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു നേർച്ച നടത്തുകയായിരുന്നു. അതുകൊണ്ടാണ് താടിയൊന്നും ഷേവ് ചെയ്യാതിരുന്നത്. ഡിപ്പാർട്ട്മെന്റിൽ നിന്നും താടി ഷേവ് ചെയ്യുവാനായിട്ട് പറഞ്ഞിട്ടും മൂസ അത് കേട്ടില്ല. അതുകൊണ്ടാണ് മൂസയ്ക്ക് പണിഷ്മെന്റ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അസ്ഥികൂടം രണ്ടും ആരുടേതാണെന്ന് മൂസ കണ്ടെത്തിയല്ലോ. അതുകൊണ്ട് മൂസ ഇപ്പോൾ പണിഷ്മെന്റിൽ നിന്നും ഫ്രീ ആയിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മൂസയാണെങ്കിലോ തന്റെ ഭാര്യയെ കൂടെ നിർത്തണമെന്ന് കരുതി നാട്ടിൽ നിന്നും താനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പുതിയൊരു വീടും റെന്റിനെടുത്ത് അവിടെയാണ് തന്റെ ഭാര്യയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ മണിയുടെ കേസ് കോടതിയിലേക്ക് എത്തുന്നു. കോടതിയിലേക്ക് മൂസയും എത്തുന്നു. മണിക്കെതിരായിട്ട് മൊഴി കൊടുക്കുവാനായിട്ട് ഒരുപാട് പേരെത്തിയിട്ടുണ്ട്. അതിൽ മുരുകൻ എന്നൊരാൾ ലഹരി പദാർത്ഥമൊക്കെ വിൽക്കുന്ന ആളാണ്. എന്റെ കയ്യിൽ നിന്നും മണി ലഹരി പദാർത്ഥങ്ങളൊക്കെ വാങ്ങിയിരുന്നു. അതിനുശേഷമായിരിക്കാം അവൻ ഇങ്ങനെ ചെയ്തതെന്ന് കൂടി മുരുകൻ പറഞ്ഞതോടുകൂടി കോടതി മണിക്കെതിരാവുകയാണ്. മാത്രമല്ല ചോദ്യങ്ങൾക്കൊന്നും മണി ഉത്തരം പറയാതെ നിൽക്കുന്നു. മണിയെ കാണുന്ന മൂസയ്ക്ക് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മണിക്ക് വീണ്ടും ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയാണ് കോടതി. അതോടുകൂടി മണി ആകെ തകർന്നു പോകുന്നു. മണിയെ കാണുമ്പോഴൊക്കെ മൂസയുടെ മനസ്സ് പറയുന്നത് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. വീട്ടിലേക്ക് എത്തുന്ന മൂസ മണിയെ കുറിച്ചൊരു ന്യൂസ് കാണുന്നു. ഇരട്ടി ശിക്ഷ കോടതി വിധിച്ചത് കൊണ്ട് തന്നെ മണി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നത്. ആ ഒരു വിവരം അറിഞ്ഞതോടുകൂടി മൂസയും രാമനും ജയിലിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കാണുവാൻ വേണ്ടിയിട്ടും എത്തുന്നു. ആ ഒരു ഉദ്യോഗസ്ഥനോട് മണിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ തക്ക സമയത്ത് കണ്ടതുകൊണ്ട് തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. കോടതി ഇരട്ടി ശിക്ഷ വിധിച്ചത് കൊണ്ടാണ് മണി എങ്ങനെ ചെയ്തത്, ഇത്രയും നാളത് ചെയ്യാത്തതിന് കാരണം നിങ്ങൾ ഈ ഒരു കേസ് തെളിയിച്ചത് കൊണ്ടാണ് മണിക്ക് ഇരട്ടി ശിക്ഷ വിധിച്ചത്. അതാ അവന്റെ മനസ്സ് തകർന്നു പോയത് എന്നതായിരുന്നു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അപ്പോഴും മൂസയുടെ മനസ്സ് പറയുന്നത് മണി ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ്. വീട്ടിലെത്തിയിട്ടും മൂസയുടെ മനസ്സ് മുഴുവൻ മണിയുടെ കാര്യമായിരുന്നു. മണി ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ താൻ കാരണമാണല്ലോ അവൻ ഇരട്ടി ശിക്ഷ കിട്ടിയത്. അതുകൊണ്ട് മണിക്ക് നീതി വാങ്ങിക്കൊടുക്കണം. മണി ഈ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന് പിന്നിലുള്ളത് ആരെന്ന് കണ്ടെത്തണമെന്നും മൂസ തീരുമാനിക്കുന്നു. അങ്ങനെ മൂസയാണെങ്കിലോ മണിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. മണിയെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അവൻ ലഹരി പദാർത്ഥം ഒന്നും ഉപയോഗിക്കില്ല എന്നുള്ള കാര്യം മൂസയ്ക്ക് അറിയാൻ കഴിഞ്ഞു. അതോടെ മൂസ നേരെ എത്തുന്നത് കോടതിയിൽ വന്ന് മൊഴി കൊടുത്ത മുരുകൻ അടുത്തേക്കാണ്. മുരുകനോട്, നീയല്ലേ പറഞ്ഞത് അവൻ ലഹരി പദാർത്ഥം ഉപയോഗിക്കുമെന്ന്, പക്ഷെ അവനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവൻ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല
ഉണ്ടായിരുന്നില്ലെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. നീ കള്ളസാക്ഷി പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ സാറേ, ഞാൻ കള്ളം പറഞ്ഞതാ. പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നും മുരുകൻ തുറന്നു പറയുന്നു. അങ്ങനെ മൂസയും രാമനും നേരെ എത്തുന്നത് ആ ഒരു മുരുകനെ കൊണ്ട് അങ്ങനെ പറയിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്കാണ്. പോലീസ് ഉദ്യോഗസ്ഥനോട് നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യിച്ചതെന്ന് ചോദിക്കുമ്പോൾ മണിയാണ് ഇതിന് പിന്നിലെന്നുള്ളത് തെളിഞ്ഞതാണ്. പക്ഷേ അവനെതിരായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് വേണമല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ മറുപടി. അതെന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് നിലയും മണിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. നില ഒരു ദിവസം വീട് വിട്ട് മണിയുടെ വീട്ടിലേക്ക് വന്നു. ഈ ഒരു വിവരം നിലയുടെ ചേട്ടനും അച്ഛനും ഒക്കെ അറിഞ്ഞു. അവർ മണിയുടെ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുകയുണ്ടായി. എന്നാൽ ഇതേ ചൊല്ലി മണിയും നിലയും തമ്മിൽ വഴക്കാവുകയും ആ ഒരു കാരണത്തെ ചൊല്ലിയാണോ മണി നിലയെ കൊന്നത് എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ടായി. അതുകൊണ്ടാണ് അവനെ അറസ്റ്റ് ചെയ്തത് എന്നതായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ മറുപടി. അതെല്ലാം കേൾക്കുന്ന മൂസയ്ക്ക് മണി നിരപരാധിയാണ്, അവന്റെ പിന്നിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. മൂസയും രാമനും നേരെ എത്തുന്നത് മണിയെ കാണുവാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ മണിക്കൊപ്പം നിൽക്കുന്നത് മണിയുടെ അമ്മയായിരുന്നു. മണിയുടെ അമ്മയോട് മണിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ എൻ്റെ മകൻ അവൻ്റെ സഹോദരിയും അവൻ്റെ ഭാര്യയും അവൻ കൊല്ലുമോ, ഉറപ്പായിട്ടും അത് ചെയ്യില്ല എന്നുള്ള കാര്യം അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നതായിരുന്നു മൂസയുടെയും രാമന്റെയും ഒക്കെ ചിന്ത. മണിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ മണിക്ക് രണ്ട് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, പ്രഭയും സുന്ദരമാണെന്നുള്ള കാര്യം കൂടി അമ്മ പറയുന്നു. അങ്ങനെ പ്രഭയും സുന്ദറിനെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. സ്റ്റേഷനിൽ എത്തിയ സമയം തന്നെ പ്രഭയ്ക്ക് വല്ലാത്ത ടെൻഷൻ. എപ്പോഴും ടോയ്ലറ്റിൽ പോയിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ മൂസ പ്രഭയോട് ചോദിക്കുന്നത്, നിനക്ക് ഇത്രയും വെപ്രാളം വരണമെങ്കിൽ നീ ആയിരിക്കുമോ ഇതിനെല്ലാത്തിനും പിന്നിലെന്നുള്ള കാര്യം പ്രഭയോട് ചോദിക്കുന്നു. പ്രഭ ഷോക്കായി നിൽക്കുകയാണ്. പ്രഭയാണോ ഇതിന് പിന്നിലെന്നൊക്കെയുള്ള സംശയം പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു. എന്നാൽ പ്രഭ പറയുന്നത് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് കാണിക്കുന്നത്. മണിയും പ്രഭയും പ്രണയിക്കുന്നത് ഒരേ പെൺകുട്ടിയെ തന്നെയാണോ എന്നറിയുവാൻ വേണ്ടിയിട്ട് മണി പ്രഭയും കൂട്ടി നിലയെ കാണുവാൻ വേണ്ടിയിട്ടെത്തി. നിലയെ കണ്ട പ്രഭ ഇതല്ല ഞാൻ പ്രണയിച്ച പെൺകുട്ടി എന്ന് പറയുന്നതോടു കൂടിയാണ് മണിക്ക് ആശ്വാസമാകുന്നത്. അതോടുകൂടി നിലയുമായിട്ടുള്ള പ്രശ്നമെല്ലാം മണി പറഞ്ഞവസാനിപ്പിക്കുന്നു. ഒപ്പം പ്രഭ പ്രണയിച്ചിരുന്ന മീര എന്ന പെൺകുട്ടിയുമായിട്ടും പ്രഭ ഒന്നിക്കുകയാണ്. രണ്ടു കൂട്ടർക്കും ഇടയിലുള്ള പ്രശ്നമെല്ലാം മാറി. അവർ രണ്ടുപേരും സംസാരിക്കുന്ന സമയം സുന്ദറാണ് അവർക്ക് കൂട്ടുനിന്നിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മണിക്ക് കൂട്ടുകാരിൽ നിന്നും ഒരു കോള് വരുന്നു. പ്രഭ പ്രണയിക്കുന്ന മീര എന്ന പെൺകുട്ടി ആള് മോശമാണ്, അവൾക്ക് പ്രഭയെ കൂടാതെ ഒരുപാട് പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടെന്നായിരുന്നു കൂട്ടുകാരൻ മണിയോട് പറഞ്ഞത്. പക്ഷെ അതൊന്നും കേട്ടിട്ട് മണിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ കൂട്ടുകാരന് പണി കിട്ടുകയാണോ എന്ന് ചിന്തിച്ച മണി ഉടനെ തന്നെ ഈ ഒരു വിവരം പ്രഭയെ അറിയിക്കുന്നു. എന്നാൽ അത് കേട്ട് പ്രഭയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. ആ ഒരു കാരണം ചൊല്ലി രണ്ടുപേരും തമ്മിൽ വലിയ തർക്കം തന്നെയാകുന്നു. അടിപിടിയും ഉണ്ടാവുകയാണ്. അന്നത്തെ ആ ഒരു പ്രശ്നത്തിന് ശേഷം പിന്നെ ഞാൻ മണിയുമായിട്ട് മിണ്ടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് പ്രഭ മൂസയോട് പറയുന്നത്. ആ സീൻ അവിടെ കട്ടായി ഹോസ്പിറ്റലിൽ നിന്നും മണിയെ നേരെ ജയിലിലേക്ക് കൊണ്ടുവരുന്നു. ഒറ്റയ്ക്ക് അവനെ ഒരു സെല്ലിലിട്ട് കഴിഞ്ഞാൽ അവൻ വീണ്ടും ഇതുപോലെ വല്ലതും ചെയ്താലോ എന്ന് ചിന്തിച്ച് അവനെ കൂട്ടത്തിൽ കൊണ്ടുവന്നിടുകയാണ്. മണിയെ കാണുവാൻ വേണ്ടിയിട്ട് മൂസ എത്തും. നീ ഇപ്പോഴും ഒന്നും പറയാതെ നിൽക്കുന്നതെന്താ, നിനക്ക് പറയാനുള്ളതെല്ലാം തുറന്നു പറയുവാനായിട്ടും മൂസ ആവശ്യപ്പെടുന്നു. മണി ഇത്രയും കേസും പ്രശ്നങ്ങളുമായിട്ട് പോലും അവൻ ഒന്നും ചെയ്തില്ല എന്ന് പോലും തുറന്നു പറയുന്നതേയില്ല. മൂസയുടെ ചോദ്യത്തിന് മണിയുടെ മറുപടി, എന്തായാലും വിധി വന്നു കഴിഞ്ഞില്ലേ, ഞാനിനി എന്ത് തുറന്നു പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് പറഞ്ഞിട്ടാണ് മണി അവിടെ നിന്ന് പോകുന്നത്. മണി കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മൂസയ്ക്ക് നല്ല ഉറപ്പായിരുന്നു. വീട്ടിലെത്തുന്ന മൂസയ്ക്ക് ആ ഒരു കാര്യമോർത്ത് വല്ലാത്ത ടെൻഷൻ. ഭാര്യയോടത് പറഞ്ഞ് മൂസ കരയുന്നുമുണ്ട്. അടുത്ത ദിവസം എസ് പിക്ക് ഒരു കോള് വരികയാണ്. കോളെടുത്ത് എസ് പി വല്ലാതെ ഷോക്കായി പോവുകയും ഉടനെ തന്നെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോകുവാനായും ഇറങ്ങുന്നു. ഇറങ്ങുന്ന സമയത്ത് മൂസയെ വിളിക്കുകയും അർജന്റായിട്ട് എനിക്കൊന്ന് കാണണമെന്നും എസ് പി ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് മൂസ എസ് പിയെ കാണുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം അവർ അറിയുന്നത്. എന്തെന്നാൽ അസ്ഥികൂടം പരിശോധിച്ചിരുന്ന ഡോക്ടർക്ക് ഇടയ്ക്ക് വെച്ച് അറ്റാക്ക് വന്നതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലായിരുന്നു. അതുകൊണ്ട് അസ്ഥികൂടം ആരുടേതാണെന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് മൂസയ്ക്കും എസ് പിക്കും കൈമാറിയത് ഡോക്ടറിന്റെ സ്റ്റാഫുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി ഇറങ്ങിയ ഡോക്ടർ ഒന്നുകൂടി ആ ഒരു റിപ്പോർട്ടെല്ലാം പരിശോധിച്ചു. മാത്രമല്ല കളക്ട് ചെയ്തു വെച്ചിരുന്ന സാമ്പിളെല്ലാം വീണ്ടും DNA ടെസ്റ്റ് നടത്തിയ സമയത്ത് ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി. ആ ഒരു വിവരം എസ് പി അറിയിക്കുകയുണ്ടായി. അസ്ഥികൂടം രണ്ടും നിലയുടെയും മണിയുടെ സഹോദരിയുടെയും തന്നെയാണ്. പക്ഷേ ആ ഒരു അസ്ഥികൂടത്തിൽ നിന്ന് കിട്ടിയ DNA സാമ്പിൾ യഥാർത്ഥത്തിൽ മണിയുടേതല്ല. ആദ്യത്തെ റിപ്പോർട്ടിൽ കൊടുത്തിരുന്നത് DNA സാമ്പിൾ മണിയുടേതാണെന്നാണ്. അത് തെറ്റുപറ്റിയതാണ്. പക്ഷേ ആ ഒരു അസ്ഥികൂടത്തിലുണ്ടായിരുന്ന DNA സാമ്പിൾ മണിയുടേതല്ല. ആ ഒരു കാര്യമാണ്
ഡോക്ടർ വിളിച്ച് SP അറിയിച്ചിരിക്കുന്നതും. അപ്പോൾ പിന്നെ ആരുടേതായിരിക്കും ആ ഒരു DNA സാമ്പിൾ എന്നതായിരുന്നു SP-യുടെ ചിന്ത. അപ്പോഴും മൂസ ഉറപ്പിച്ചു പറയുന്നുണ്ട് മണിയല്ല ഇത് ചെയ്തതെന്ന്. എന്നാൽ SP-യുടെ സംശയം മണിയായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ DNA സാമ്പിൾ മണിയുടേതല്ലെങ്കിലോ? അങ്ങനെയുള്ള കാര്യമൊക്കെ SP പറയുമ്പോഴും അതൊന്നും വിശ്വസിക്കുവാനായിട്ട് മൂസ തയ്യാറാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരാളെ പോയി കാണാമെന്ന് പറഞ്ഞ് SP മൂസയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. SP മൂസയെ കൊണ്ടുവന്നിരിക്കുന്നത് തന്റെ ലോയറായ ഹസ്ബൻഡിനടുത്തേക്കാണ്. അതിനുശേഷം SP നേരെ പോകുന്നത് IG-യെ കാണുവാൻ വേണ്ടിയിട്ട്. മണിയുടെ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യണമെന്ന് SP ആവശ്യപ്പെടുമ്പോൾ ആ ഒരു കേസ് തെളിയിച്ചതല്ലേ, മണിയാണിത് ചെയ്തതെന്നുള്ളത് എല്ലാം തെളിഞ്ഞതല്ലേ, എവിഡൻസ് എല്ലാം മണിക്കെതിരാണല്ലോ, അതുകൊണ്ട് ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് IG പറയുന്നതും. അതേസമയം മൂസയെ കാണിക്കുന്നു. SP-യുടെ ഹസ്ബൻഡിനോട് മൂസ പറയുന്നത് മണിയല്ല ഈ ഒരു കുറ്റം ചെയ്തതെന്ന് എനിക്ക് ഉറപ്പാണ്. ഡോക്ടറും ആ ഒരു കാര്യം ആവശ്യപ്പെട്ടു. ആരോ ആണ് ഈ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇതിന് കേസ് റീഓപ്പൺ ചെയ്യണം. അതിനെന്താ ഒരു വഴിയെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തായാലും എവിഡൻസ് എല്ലാം മണിക്കെതിരാണ്, അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് തോന്നുന്നതെന്നുള്ള കാര്യം SP-യുടെ ഹസ്ബൻഡും പറയുന്നു. അതേസമയം SP അവിടേക്ക് വരികയാണ്. IG-ക്ക് അടുത്ത് പോയ സമയത്ത് IG പറഞ്ഞ കാര്യങ്ങളെല്ലാം മൂസയോട് പറയുന്നു. ഇനി കേസ് റീഓപ്പൺ ചെയ്യുവാനായിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മൂസ ഒരു കാര്യം SP-ക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതെന്തെന്നാൽ രാമനെ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളിനടുത്തേക്ക് പറഞ്ഞു വിടും. മണിയുടെ കേസിനെ സംബന്ധിച്ചുള്ള കാര്യമൊക്കെ ആ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളിനോട് പറയുകയാണ്. ആ ഒരു കേസെല്ലാം ക്ലോസ് ചെയ്തതല്ലേ എന്നുള്ള കാര്യം പറയുമ്പോൾ ക്ലോസ് ചെയ്തതാണ്, പക്ഷേ ആ ഒരു കുറ്റം ചെയ്തത് മണിയല്ല. മണിയുടെ മേൽ കുറ്റം ആരോപിക്കുന്നത് മനഃപൂർവ്വം പോലീസ് ചെയ്യുന്ന പരിപാടിയാണെന്നുള്ള കാര്യം മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളിനോട് പറയുന്നു. എങ്ങനെയെങ്കിലും മീഡിയക്കാരുടെ ശ്രദ്ധ ഈ ഒരു കേസിലേക്ക് കൊണ്ടുവരണം, അത് മാത്രമായിരുന്നു മൂസയുടെ ലക്ഷ്യം. അത് ഏകദേശം നടക്കുമെന്നാണ് തോന്നുന്നത്. അതേസമയം SP-യുടെ ഹസ്ബൻഡായ വക്കീല് മൂസയുടെ ഒരു കാര്യം പറഞ്ഞു, തനിക്ക് മണിയെ ഒന്ന് കാണണമെന്ന്. അതനുസരിച്ച് മണിയെ കാണുവാൻ വേണ്ടിയിട്ട് മൂസ വക്കീലിനെ കൂട്ടി ജയിലിലേക്ക് വരും. ഇനിയെങ്കിലും നിനക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് നല്ലതെന്നുള്ള കാര്യം മൂസ മണിയോട് പറയുന്നു. അപ്പോഴാണ് മണി ഈ ഒരു കുറ്റം ചെയ്തത് ഞാനല്ല എന്നുള്ള കാര്യം തുറന്നു പറയുന്നത്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കാ കാണിക്കുന്നത്. മണിക്ക് സഹോദരിയെ ഗീതയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ജല്ലിക്കെട്ടിൽ വിജയിച്ചപ്പോൾ കിട്ടിയ കാപ്പ് ഗീതയ്ക്ക് സമ്മാനമായി നൽകുകയാണ് മണി ചെയ്തത്. അതേസമയം മണിയും നിലയും തമ്മിൽ പ്രണയിക്കുന്ന കാര്യം നിലയുടെ ചേട്ടൻ അറിഞ്ഞു. ചേട്ടൻ ഈ ഒരു വിവരത്തെ ചൊല്ലി വീട്ടിൽ വലിയ പ്രശ്നമുണ്ടാക്കുകയും നിലയെ ഒരുപാട് തല്ലുകയും ചെയ്തു. തല്ലുകൊണ്ട് അവശയായി കരഞ്ഞു കരഞ്ഞാണ് അന്ന് ഉറങ്ങുവാനായിട്ട് നില കിടന്നത്. മാത്രവുമല്ല തന്റെ ചേട്ടൻ ഈ ഒരു വിവരം അറിഞ്ഞെന്നും തന്നെ ഒരുപാട് തല്ലിച്ചതച്ചു എന്നുള്ള കാര്യമൊക്കെ മണിയെ വിളിച്ച് പറയുകയും ചെയ്തു. അത് കേട്ട മണി രാത്രിക്ക് രാത്രി തന്നെ വന്ന് നിലയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. നില ഇറങ്ങിപ്പോയ വിവരം വീട്ടിലാരും അറിഞ്ഞതേയില്ല. അടുത്ത ദിവസമാണ് നില വീട്ടിലില്ലാത്ത കാര്യം ചേട്ടനും വീട്ടിലുള്ളവരും ഒക്കെ മനസ്സിലാക്കുന്നത്. അവൾ മണിക്കൊപ്പം പോയതാണെന്ന് അവരങ്ങ് ഉറപ്പിച്ചു. ഉടനെ തന്നെ അവർ മണിയുടെ വീട്ടിലേക്ക് പ്രശ്നത്തിന് വരികയാണ്. ചേട്ടൻ വല്ലാതെ പ്രശ്നമുണ്ടാക്കുമ്പോഴും മണിയോട് നിലയുടെ അച്ഛനാണ് സംസാരിക്കുവാനായി എത്തിയത്. മാന്യമായിട്ടാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നടത്തിത്തരാം, എന്തായാലും ഇപ്പോൾ വേണ്ട എന്ന് നിലയുടെ അച്ഛൻ പറയുന്നു. ഈ ഒരു വിവരം മണി നിലയോട് സംസാരിക്കുമ്പോൾ എന്റെ അച്ഛനൊരു പാവമാ, അച്ഛനെ വിശ്വസിക്കാമെന്നുള്ള കാര്യവും നില പറയുന്നു. അതനുസരിച്ച് മണി അച്ഛനോട് പറയുന്നത് 2 ദിവസം കഴിഞ്ഞ് ഞാൻ എന്റെ സഹോദരിക്കൊപ്പം നിലയെ വീട്ടിലേക്ക് പറഞ്ഞു വിടാമെന്നതായിരുന്നു. അതിന് സമ്മതിച്ചിട്ടാണ് നിലയുടെ അച്ഛനും വീട്ടുകാരും അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ താൻ വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ, അതും പറഞ്ഞ 2 ദിവസത്തിന് മുൻപ് തന്നെ ഗീതയും നിലയും അവളുടെ വീട്ടിലേക്ക് പോയി. പിന്നീടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. ഇതിനിടയിൽ എന്താണ് ഉണ്ടായതെന്നുള്ള കാര്യം എനിക്കറിയില്ല എന്നുള്ളത് മണി പറയുന്നു. മണി പറയുന്നത് വെച്ച് മണി പറഞ്ഞത് സത്യമാണെന്നുള്ള കാര്യം മൂസയ്ക്കും വക്കീലിനും ബോധ്യപ്പെട്ടു. പക്ഷെ അത് തെളിയിക്കുവാനായിട്ട് വേറെ വഴിയില്ലല്ലോ. എന്നാൽ അതേ സമയം തന്നെ രാമൻ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളിനോട് മണിയുടെ കേസിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു വിവരം ന്യൂസിലൊക്കെ ചർച്ചയാവുകയാണ്. മണി കുറ്റക്കാരനല്ല എന്നും ഇതിന് പിന്നിൽ മറ്റാരോ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ന്യൂസിൽ ചർച്ചയാകുന്നത് കൊണ്ട് IG-ക്ക് വല്ലാതെ പ്രഷറാകുന്നു. IG SP വിളിച്ചിട്ട് കേസ് റീഓപ്പൺ ചെയ്യുവാനായിട്ടും ആവശ്യപ്പെടുകയാണ്. മീഡിയക്കാർക്ക് ഈ ഒരു വിവരമൊക്കെ കൈമാറിയത് ആരാണെന്ന് കണ്ടെത്തണമെന്ന് കൂടി IG പറയുന്നു. IG-ക്ക് SP-യെ നല്ല സംശയമുണ്ട്. എന്നാലും അതൊന്നും കാര്യമാക്കാതെ SP നേരെ മൂസയ്ക്കടുത്തേക്ക് വരും. IG-ക്ക് എന്നെ നല്ല സംശയമുണ്ട്, എന്തായാലും കേസ് റീഓപ്പൺ ചെയ്യുവാനായിട്ട് കഴിഞ്ഞല്ലോ, കേസ് അന്വേഷിക്കണമെന്നും SP ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് മൂസ ആദ്യം ചെയ്യുന്നത് പ്രഭയുടെ സാമ്പിളും പിന്നെ നിലയുടെ ചേട്ടന്റെ സാമ്പിളും എടുക്കുകയാണ് DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ടത് പരിശോധനയ്ക്ക് അയക്കുന്നു. അതിനുശേഷം ഇനി അടുത്ത സാമ്പിൾ എടുക്കേണ്ടത് ഇവർക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നല്ലോ സുന്ദറിന്റെ സാമ്പിളാണ്. പക്ഷേ സുന്ദറിനെ കണ്ടെത്തണമല്ലോ. അതിനു വേണ്ടിയിട്ട് അവർ ആദ്യം പോകുന്നത് സുന്ദറിന്റെ വീട്ടിലേക്കാണ്. സുന്ദറിന്റെ വീട്ടിലെത്തി സുന്ദറിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവൻ ഇവിടെയില്ല. അവനെ ഞാൻ മറ്റൊരു നാട്ടിലേക്ക് ജോലിക്ക് അയച്ചിരിക്കുകയാണ്, അവൻ വരുമ്പോൾ പറയാമെന്നതായിരുന്നു സുന്ദറിന്റെ അമ്മയുടെ മറുപടി.
എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞതും സുന്ദറിന്റെ അമ്മ നാടുവിട്ടു പോവുകയാണെന്നുള്ള വിവരം മൂസയും കൂട്ടരും അറിഞ്ഞു. അതുകൊണ്ട് തന്നെ എവിടേക്കാണ് അവർ പോകുന്നതെന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് മൊബൈൽ ടവർ ലൊക്കേഷൻ നോക്കുന്നു. ഇപ്പോൾ അവർ ഉള്ളത് ഒരു ബസ് സ്റ്റാൻഡിലാണ്. അതുകൊണ്ട് തന്നെ ബസ് സ്റ്റാൻഡിലെ CCTV ഫുട്ടേജ് പരിശോധിക്കുമ്പോൾ സുന്ദറിന്റെ അമ്മ ഒരു പയ്യനൊപ്പം നിൽക്കുകയാണ്. ആ പയ്യനൊപ്പം ബസ്സിൽ കയറി പോകുവാനായിട്ടും ഒരുങ്ങുന്ന സമയം അവിടേക്ക് രാമനും കൂട്ടരും എത്തുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ബസ്സിലൊക്കെ പരിശോധിച്ചിട്ട് ഒടുവിൽ സുന്ദറിന്റെ അമ്മയും സുന്ദറിനെയും കണ്ടുപിടിക്കുന്നു. അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു ആൺകുട്ടി സുന്ദർ തന്നെയാണ്. അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരുപാട് ചോദ്യം ചെയ്യും. നിങ്ങൾ എന്തിനാ നാടുവിട്ടു പോകുവാനായി ശ്രമിച്ചത്? അപ്പോൾ ഈ ഒരു കേസിന് പിന്നിൽ നിങ്ങളാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, സാറേ ഞങ്ങളൊന്നുമല്ല, എന്റെ മകന് ഗീതയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾ മരിച്ചതിനു ശേഷം അവൻ ആകെ വല്ലാത്തൊരവസ്ഥയിലായി. അവൻ ഡിപ്രഷനിലാണെന്ന് മനസ്സിലായപ്പോൾ അവന് ഞാനാ മറ്റൊരു നാട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. പക്ഷെ എന്നിട്ടും അവൻ റെഡിയാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാ ഞാൻ അവനെയും കൊണ്ട് ഇവിടെ നിന്ന് പോകുവാനായി ഒരുങ്ങിയത് എന്നതായിരുന്നു അമ്മയുടെ മറുപടി. മാത്രമല്ല പോലീസുകാർ സുന്ദറിനെ അന്വേഷിച്ച് വന്നല്ലോ, അതുകൊണ്ടും പേടിച്ചാണ് സുന്ദറിനെയും കൊണ്ട് നാടുവിട്ടു പോകുവാനായും തീരുമാനിച്ചത്. അപ്പോൾ ഇവരല്ല എന്നുണ്ടെങ്കിൽ ആരായിരിക്കും ഇതിന് പിന്നിൽ? യഥാർത്ഥത്തിലുള്ള കൊലയാളികളെ കണ്ടെത്തണമെന്നും മൂസയും രാമനും ഒക്കെ തീരുമാനിക്കും. കുറച്ചു ദിവസം കഴിഞ്ഞതും പ്രഭയുടെയും സുന്ദറിന്റെയും നിലയുടെ ചേട്ടന്റെയും DNA സാമ്പിളിന് അയച്ചതിന്റെ റിസൾട്ട് വന്നു. രണ്ടും മാച്ച് ആകുന്നില്ല. അപ്പോൾ ഇവരല്ല ഇതിന് പിന്നിലെന്നുള്ള കാര്യം മൂസയ്ക്ക് മനസ്സിലായി. പിന്നെ ആരായിരിക്കുമെന്ന് അവർ ചിന്തിക്കുകയാണ്. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു നിലയുടെ അച്ഛൻ സ്റ്റേഷനിലേക്ക് വരുന്നത്. എന്തായാലും എന്റെ മകനുമായിട്ടുള്ള DNA സാമ്പിളൊന്നും മാച്ച് ആയില്ലല്ലോ സാറേ, എങ്ങനെയെങ്കിലും ഈ ഒരു കേസ് അവസാനിപ്പിക്കണം. നാട്ടുകാരൊക്കെ എന്റെ മകളെ കുറിച്ച് മോശമായിട്ടാ പറയുന്നതെന്നാണ് നിലയുടെ അച്ഛൻ ആവശ്യപ്പെടുന്നത്. എല്ലാം വേഗം ശരിയാക്കാമെന്ന് പറഞ്ഞാണ് മൂസ നിലയുടെ അച്ഛനെ അവിടെ നിന്ന് പറഞ്ഞുവിടുന്നത്. മറ്റൊരു വശത്ത് ഒരു ചായക്കടയാണ് കാണിക്കുന്നത്. ആ ചായക്കടയ്ക്ക് അടുത്തായിട്ട് ഒരു ഡോഗ് കിടക്കുന്നുണ്ട്. ആ ഡോഗാണെങ്കിലോ കനാലിനുള്ളിലേക്ക് ഇറങ്ങി അവിടെ നിന്നും ഒരു കൈ കടിച്ചെടുത്തു കൊണ്ടുവരുന്നു. ആരുടെ കൈയാണെന്നുള്ള കാര്യം അറിയത്തേയില്ല. അത് കണ്ട് ജനങ്ങളെല്ലാവരും ഷോക്കായി നിൽക്കുകയാണ്. മറ്റൊരു വശത്ത് മൂസയ്ക്കടുത്തേക്ക് രാമൻ എത്തുകയാണ്. രാമൻ ഈ ഒരു കേസിനെ സംബന്ധിച്ച കാര്യമെല്ലാം വദന്തി ഫസ്റ്റ് സീസണിലെ വിവേക് എന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞിരുന്നു. വിവേക് പറഞ്ഞത് ഇതുപോലൊരു കേസുണ്ട്, ആ ഒരു കേസ് കൂടി നിങ്ങളൊന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞ് സ്റ്റേഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതനുസരിച്ച് മൂസ നേരെ പോകുന്നത് വിവേക് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ്. അവിടെ എത്തുമ്പോഴോ നേരത്തെ എങ്ങനെയാണോ ഗീതയ്ക്ക് സംഭവിച്ചത് അതുപോലെ തന്നെ കൈ വെട്ടിയെടുത്തൊരു കേസ് വന്നിട്ടുണ്ട്. ഗീതയ്ക്ക് സംഭവിച്ചതുപോലെ തന്നെ കൈ വെട്ടിയെടുത്ത നിലയിൽ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയും കിട്ടിയിട്ടുണ്ട്. അവൾക്ക് ഏകദേശം 10-35 വയസ്സ് പ്രായം വരുമെന്നുള്ള കാര്യം അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ പറയുന്നു. അപ്പോൾ ഇത് രണ്ടും നടന്നിരിക്കുന്നത് ഒരേ പാറ്റേണിലാണ്. ഇതിന് പിന്നിൽ ഒരാളായിരിക്കുമോ എന്നുള്ള സംശയം മൂസയ്ക്കുണ്ടാകുന്നു. കൈ കിട്ടിയ സ്ഥലത്ത് പോയി പരിശോധനയൊക്കെ നടത്തുകയാണ്. എങ്ങനെയാണോ ഗീതയെ കൊല ചെയ്തിരിക്കുന്നത് അവളുടെ തലയിൽ കല്ലുകൊണ്ട് മടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ 35 വയസ്സുള്ള സ്ത്രീക്കും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനും പിന്നിൽ ആരോ ഒരാളായിരിക്കുമെന്നുള്ള കാര്യമെല്ലാം മൂസയ്ക്ക് മനസ്സിലായി. മൂസ ഈ ഒരു കാര്യം SP-യെ അറിയിക്കുന്നുണ്ട്. 35 വയസ്സുള്ള ലേഡിയുടെ ദേഹത്ത് നിന്ന് കിട്ടിയ സാമ്പിളും നിലയുടെയും ഗീതയുടെയും ദേഹത്ത് നിന്ന് കിട്ടിയ സാമ്പിളും ഒന്നാണോന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെയും കൊലയാളി ഒരാളാണെന്ന് കണ്ടുപിടിക്കാമല്ലോ എന്ന് മൂസ പറയുമ്പോൾ അതിന് കുറച്ച് ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. ലീഗലായിട്ട് മൂവ് ചെയ്ത് പെർമിഷൻ വാങ്ങിയെടുക്കണമെന്നതായിരുന്നു SP പറഞ്ഞത്. അതിന് തന്റെ ഹസ്ബൻഡിനോടും ആവശ്യപ്പെടുകയാണ്. അങ്ങനെ SP-യുടെ ഹസ്ബൻഡ് നേരെ ജഡ്ജിക്ക് അടുത്ത് ചെന്ന് പെർമിഷനും വാങ്ങുന്നു. മൂസ 35 വയസ്സുള്ള സ്ത്രീയെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അവർക്കൊരു കള്ളക്കാമുകനുണ്ടായിരുന്നു. കള്ളക്കാമുകനെ കാണാൻ പോകുന്ന വഴിയിൽ വെച്ചാണ് അവർക്കിത് സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. പെർമിഷൻ കിട്ടിയത് കൊണ്ട് തന്നെ ആ സ്ത്രീയുടെ ദേഹത്ത് നിന്ന് കിട്ടിയ സാമ്പിളും ഗീതയുടെയും നിലയുടെയും ദേഹത്ത് നിന്ന് കിട്ടിയ സാമ്പിളും ടെസ്റ്റിനായും അയക്കുന്നു. റിസൾട്ട് വരാൻ ഏകദേശം 48 മണിക്കൂർ എടുക്കുമെന്നും ഡോക്ടർ പറയുന്നുണ്ട്. അതേസമയം പ്രഭയെ കാണിക്കും. പ്രഭ ഇപ്പോഴും തന്റെ പഴയ കാമുകിയെ മീരയ്ക്കൊപ്പമാണ്. മീരയെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും പ്രഭ അത് വിശ്വസിക്കുന്നതേയില്ല. പ്രഭയാണെങ്കിലോ അന്നത്തെ ഒരു പ്രശ്നത്തിന് ശേഷം ഇപ്പോൾ മണിയുമായിട്ട് മിണ്ടത്തില്ലല്ലോ. എന്തിനാ ഇങ്ങനെ പിണക്കമൊക്കെ മനസ്സിൽ വെച്ചിരിക്കുന്നത്? മണിയുമായിട്ട് മിണ്ടണമെന്നും മീര ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് നേരെ പ്രഭ എത്തുന്നത് മണിയെ കാണുവാൻ വേണ്ടിയിട്ട് ജയിലിലാണ്. മൂസ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ റിസൾട്ടും വരുന്നു. 2 സാമ്പിളും മാച്ച് ചെയ്യുന്നുണ്ട്. ഇതിന് രണ്ടിനും പിന്നിൽ ഒരാളാണെന്നുള്ള കാര്യം തെളിഞ്ഞു കഴിഞ്ഞു. മൂസ ഈ ഒരു വിവരം SP-യെ അറിയിക്കുകയാണ്. മാത്രമല്ല ഡോക്ടർ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇതിനു മുൻപ് നടന്ന കുറെ ക്രൈമുകളുമായിട്ട് ഈ ഒരു DNA സാമ്പിൾ മാച്ച് ആകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാത്തിനും പിന്നിൽ ഒരു സീരിയൽ കില്ലർ ആകാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം ഡോക്ടർ പറയുന്നു. അതെല്ലാം കേട്ട് SP-യും മൂസയും ഒക്കെ ഷോക്കാവുകയാണ്. മറ്റൊരു വശത്ത് ഒരു ഫാക്ടറിയാണ് കാണിക്കുന്നത്.
ഫാക്ടറിയിൽ രാവിലെ തന്നെ സൂപ്പർവൈസറും വർക്കേഴ്സുമായിട്ട് പ്രശ്നം നടക്കുന്നു. അത് കാണുന്ന മാനേജറാണെങ്കിൽ പ്രശ്നം നടക്കുന്നിടത്തേക്ക് എത്തുകയാണ്. ഈ സൂപ്പർവൈസറിന് ഒരു ഹിന്ദിക്കാരൻ പയ്യനുണ്ട്. ആ പയ്യനെ ഒട്ടും ഇഷ്ടമേയല്ല. അതുകൊണ്ടാണ് വെറുതെ അവനുമായിട്ട് മുൻപേ ഉടക്കുണ്ടാക്കാറുള്ളത്. ഇപ്പോൾ വീണ്ടും പ്രശ്നമുണ്ടാക്കുകയാ. എന്താ കാര്യമെന്ന് അന്വേഷിക്കുമ്പോൾ ഇവന് 1 മണിക്ക് ആഹാരം കഴിക്കാൻ വരാൻ പറ്റില്ല, ഇവൻ 12 മണിക്ക് വന്ന് കഴിക്കുന്നു. എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാണ് സൂപ്പർവൈസർ പ്രശ്നമുണ്ടാക്കുന്നത്. അത് കേട്ട മാനേജർ പറയുന്നത്, ഇവൻ രാവിലെ ഇവിടെ വർക്കിനായി എത്തും, അതുകൊണ്ട് അവൻ നേരത്തെ ആഹാരം കഴിക്കുന്നത്. ഇവനൊരു നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ടല്ലേ നിനക്ക് ഇവനോട് പ്രശ്നം. ഇവൻ നന്നായിട്ട് വർക്ക് ചെയ്യും, അതുകൊണ്ട് ഞാൻ ഇവനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടില്ല, നിന്നെ ആയിരിക്കും പറഞ്ഞു വിടുന്നത് എന്നതായിരുന്നു മാനേജർ സൂപ്പർവൈസറിനോട് പറയുന്നത്. അത് കേട്ട് സൂപ്പർവൈസർക്ക് വല്ലാത്ത ദേഷ്യം വരികയാണ്. പതിവ് പോലെ ജോലിയെല്ലാം കഴിഞ്ഞ് ആ നോർത്ത് ഇന്ത്യൻ പയ്യൻ പോകുവാനായി ഇറങ്ങും. ഓട്ടോയിലാണ് അവൻ തന്റെ വീട്ടിലേക്ക് പോകുന്നത്. അവൻ ഇരിക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട് ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. വേറെ സ്ഥലങ്ങളിൽ ഇരിക്കാൻ സ്ഥലമുണ്ടെങ്കിലും അവൻ ആ പെൺകുട്ടിക്ക് ഓപ്പോസിറ്റ് വന്നിരുന്ന് അവളെ തന്നെ വല്ലാതെ നോക്കുന്നു. അതാ പെൺകുട്ടിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു സീൻ അവിടെ കട്ടായി IG-ക്കടുത്തേക്ക് SP എത്തിയിരിക്കുകയാണ്. ഈ DNA സാമ്പിൾ മാച്ച് ആയിരിക്കുന്ന ആള് മറ്റു കൊലകളും നടത്തിയിട്ടുണ്ട്. ആ ഒരു കേസെല്ലാം വീണ്ടും അന്വേഷിച്ചാൽ മാത്രമേ ഇതിന് പിന്നിലുള്ള കാര്യമെല്ലാം കണ്ടുപിടിക്കാൻ കഴിയൂ. അതിനൊരു ടീം വേണമെന്നുള്ള കാര്യമൊക്കെ SP ആവശ്യപ്പെടുമ്പോൾ ടീം ഫോം ചെയ്യുവാനൊന്നും എനിക്ക് കഴിയത്തില്ല, അതിനൊരുപാട് ആളുകൾ ആവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി എന്നുള്ള കാര്യമാണ് IG പറയുന്നതും. ഈ ഒരു വിവരമെന്ന് മൂസയോട് പറയുന്നു. ഒരു ടീമൊന്നും നമുക്ക് ഫോം ചെയ്യാൻ കഴിയില്ല, പറ്റുന്ന രീതിയിൽ അന്വേഷിക്കണമെന്ന് SP പറയുമ്പോൾ അത് ഞാൻ നോക്കിക്കോളാം മാഡം എന്നായിരുന്നു മൂസയുടെ മറുപടി. സീരിയൽ കില്ലറിനെ കുറിച്ച് ന്യൂസിലൊക്കെ ചർച്ചയാവുകയാണ്. എന്നാൽ IG ആണെങ്കിൽ പുതിയൊരു ടീം ഫോം ചെയ്ത് കേസ് അന്വേഷിക്കുന്നതിന് വലിയ സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇവർക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ നേരെ എത്തുന്നത് മൂസയും SP-യും കാണുവാൻ വേണ്ടിയിട്ടാണ്. രണ്ടുപേർക്കും വേണ്ട സപ്പോർട്ടൊക്കെ കൊടുക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ ടീം ഫോം ചെയ്യാനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരാം, എത്രയും വേഗം ആ ഒരു സീരിയൽ കില്ലറിനെ കണ്ടുപിടിക്കണമെന്നായിരുന്നു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മറുപടിയും. അത് കേട്ട് SP-ക്കും മൂസയ്ക്കും ഒരുപാട് സമാധാനമാവുകയാണ്. പുതിയൊരു ടീമും ഫോം ചെയ്യുന്നു. സീരിയൽ കില്ലറിനെ കുറിച്ചുള്ള കാര്യം അന്വേഷിക്കുമ്പോഴും അവൻ നടത്തിയ ബാക്കിയുള്ള ക്രൈമുകളെ കുറിച്ച് അന്വേഷിക്കുമ്പോഴും ഇതുവരെയായിട്ടും ഒരു എവിഡൻസും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല പോലീസുകാർക്ക് അവനെ ഒന്ന് പിടികൂടുവാൻ പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള അവനെ കുറിച്ച് എങ്ങനെ കണ്ടെത്താനാ എന്നതായിരുന്നു മൂസയുടെയൊക്കെ ടെൻഷൻ. അതേസമയം ജയിലിൽ കിടക്കുന്ന മണിയെയാണ് കാണിക്കുന്നത്. മണിയെ കാണുവാൻ വേണ്ടിയിട്ട് മൂസ എത്തുന്നുണ്ട്. മണിയെ കാണാൻ എത്തുന്ന മൂസയോട് മണി ആവശ്യപ്പെടുന്നത്, സാറേ എന്തായാലും കേസിന്റെ വീണ്ടും അന്വേഷണമൊക്കെ നടക്കുകയല്ലേ, എനിക്കൊന്ന് ബെയിൽ റെഡിയാക്കി തരണം, എനിക്ക് എന്റെ അമ്മയെ കാണണമെന്നുള്ള കാര്യം മണി ആവശ്യപ്പെടുന്നു. എന്നാൽ മൂസ ചോദിക്കുന്നത്, അല്ല നീ നിന്റെ സഹോദരിയോടും നിലയോടും പറഞ്ഞത് നീ വീട്ടിൽ വന്നതിന് ശേഷം മാത്രം പോയാൽ മതി എന്നല്ലേ, നീ വരുന്നതിന് മുൻപ് എന്തുകൊണ്ട് അവർ രണ്ടുപേരും അവളുടെ വീട്ടിലേക്ക് പോയതെന്ന് ചോദിക്കുമ്പോൾ അതാ എനിക്ക് അറിയാൻ വയ്യാത്തതെന്നായിരുന്നു മണിയുടെ മറുപടിയും. ആ സീൻ അവിടെ കട്ടായി ആ ഒരു ഹിന്ദിക്കാരൻ പയ്യനെയാണ് കാണിക്കുന്നത്. പതിവ് പോലെ ജോലി കഴിഞ്ഞ് അവൻ ഓട്ടോയിലേക്ക് വന്ന് കയറുകയാണ്. അവനൊപ്പം അവന്റെ 2-3 കൂട്ടുകാരുമുണ്ട്. അതേ ഓട്ടോയിൽ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ വല്ലാതെയാണ് ഈ ഹിന്ദിക്കാരൻ പയ്യനും അവന്റെ കൂട്ടുകാരും നോക്കുന്നത്. ആ പെൺകുട്ടി ഒരു സ്ഥലത്ത് ഇറങ്ങുന്നു. അവൾക്ക് പിന്നാലെ ഇവനും ഇവന്റെ കൂട്ടുകാരും ഇറങ്ങുകയാണ്. അവളെ ഫോളോ ചെയ്ത് തന്നെ പോകുന്നു. അവളോട് മറ്റെന്തിനോ ഉള്ള പ്ലാൻ ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ അതേസമയം തന്നെ അവന് മുന്നിലായിട്ട് അവന്റെ സൂപ്പർവൈസർ വരികയാണ്. സത്യത്തിൽ ഈ സൂപ്പർവൈസർക്ക് ആ ഹിന്ദിക്കാരൻ പയ്യനെ ഇഷ്ടമേ അല്ലല്ലോ. നീ എന്തിനാണ് ആ പെണ്ണിന്റെ പിറകെ പോകുന്നത്, വേറെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് സൂപ്പർവൈസർ ചോദിക്കുന്നു. ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ നിൽക്കുകയാണ് ആ പയ്യനും അവന്റെ കൂട്ടുകാരും. DNA സാമ്പിൾ ഉള്ളതുകൊണ്ട് തന്നെ ആളിന്റെ ഏകദേശ രൂപം വരയ്ക്കുവാനായിട്ടും തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റൊരു വശത്ത് ഒരു ന്യൂസ് ചാനലാണ് കാണിക്കുന്നത്. എങ്ങനെയെങ്കിലും TRP റേറ്റ് കൂട്ടുവാൻ വേണ്ടിയിട്ട് അവർ സ്വയമായിട്ട് ഓരോ കഥകളൊക്കെ അങ്ങ് ഇറക്കുന്നു. ഈ ഒരു കേസിൽ ഏതെങ്കിലും അമാനുഷിക ശക്തിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വാർത്ത കൊടുക്കുകയാണ്. അത് പത്രം വഴി പോലീസുകാരും വായിക്കുന്നുണ്ട്. പോലീസുകാർ മൂസയോട് പറയുന്നത്, സാറേ പത്രത്തിൽ പറയുന്നത് പോലെ തന്നെ ഈ ഒരു കേസിൽ വല്ല അമാനുഷിക ശക്തിയുടെയും സാന്നിധ്യം ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് CCTV ഫുട്ടേജ് ഒക്കെ കാണിക്കുന്നു. ആ ഫുട്ടേജ് അവർ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ സംഭവങ്ങളൊക്കെ നടന്ന സ്ഥലമില്ലേ, അവിടെ ഒരു സ്ത്രീ നടന്നു പോകുന്നതായി കാണിക്കുന്നുണ്ട്. പക്ഷെ അവർ തിരികെ പോകുന്നില്ല. മാത്രമല്ല ഒരു രൂപമാണ് അതുവഴി പോകുന്നത്. അത് ചിലപ്പോൾ വല്ല ഗ്ലിച്ചുമായിരിക്കുമെന്നാണ് മൂസ പറയുന്നത്. അല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു സ്ത്രീ അതുവഴി നടന്നു പോയിട്ട് അവർ തിരികെ പോയില്ല എന്ന്, ക്യാമറ ഇല്ലാത്ത വഴിയിൽ കൂടി അവർ പോയി കാണുമെങ്കിലോ എന്നതായിരുന്നു മൂസയുടെ മറുപടി. എന്നാലും എല്ലാവരുടെയും മനസ്സിൽ അമാനുഷിക ശക്തിയുടെ സാന്നിധ്യം വല്ലതും ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചർച്ച നടക്കുന്നു. അതേ സമയത്തായിരുന്നു സാമ്പിൾ വെച്ച് ആളിന്റെ ഏകദേശ രൂപം വരച്ചെടുത്തിരിക്കുന്നത്. ആ ഒരു രൂപം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു നോർത്ത് ഇന്ത്യനെ പോലെയുണ്ട്. നോർത്ത് ഇന്ത്യൻ ആയിരിക്കുമോ ഇതിന് പിന്നിലെന്നൊക്കെ പോലീസുകാർ ചിന്തിക്കും. സ്കെച്ചിലുണ്ടായിരുന്ന ആളിനെ കാണാൻ ഏകദേശം നേരത്തെ കാണിക്കുന്ന ഹിന്ദിക്കാരന്റെ അതേപോലെ തന്നെയുണ്ട്. എന്നാൽ മറ്റൊരു സ്ഥലത്ത് വീണ്ടും ഒരു ഡെഡ് ബോഡി കണ്ടെത്തിയിരിക്കുന്നു. അതും കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡിയാണ് കിട്ടിയിരിക്കുന്നത്. അതേസമയം വീട്ടിലേക്ക് എത്തുന്ന മൂസ ഓരോ പോലീസുകാർ
പോലീസുകാരൻ പറയുന്ന വോയിസ് നോട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയം മറ്റൊരു സ്ഥലത്തുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സാറേ എത്രയും വേഗം ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞ് മൂസയ്ക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നു. അതനുസരിച്ച് മൂസ സെന്തിൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കാണുവാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അവിടെ നിന്നാണ് കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി കിട്ടിയിരിക്കുന്നത്. സാർ നേരത്തെ അയച്ച ആ ഒരു DNA സാമ്പിളിലെ ആ സാമ്പിളും ഈ ഡെഡ് ബോഡിയുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മരിച്ചു കിടക്കുന്നത് കില്ലർ ആയിരിക്കുമോ എന്നുള്ള കാര്യം മൂസ ചോദിക്കുമ്പോൾ അവിടെയാണ് സാറേ ഒരു പ്രശ്നം. സാറ് പറഞ്ഞ DNA സാമ്പിൾ അനുസരിച്ച് അതൊരു പുരുഷനാണെന്നല്ലേ പറഞ്ഞത്, പക്ഷേ ഈ ഒരു ഡെഡ് ബോഡിയിലുള്ളത് ഒരു സ്ത്രീയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനിടയിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നതായിരുന്നു മൂസയുടെയും പോലീസ് ഉദ്യോഗസ്ഥന്റെയും ചിന്ത. വക്കീലിന്റെ സഹായത്തോടു കൂടി മണി ബെയിലിൽ ഇറങ്ങുകയാണ്. മണിയെ കാണുവാൻ വേണ്ടിയിട്ട് പ്രഭയും എത്തുന്നുണ്ട്. നിന്റെ സഹോദരിയെ സുന്ദറിന് ഇഷ്ടമായിരുന്നു, അപ്പോൾ ഇതിനെല്ലാം പിന്നിൽ അവനായിരിക്കുമോ എന്നുള്ള കാര്യം പ്രഭ ചോദിക്കുമ്പോൾ അല്ല, അന്നേ ദിവസം അവൻ എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നതായിരുന്നു മണിയുടെ മറുപടി. മണിയുടെ പ്രവൃത്തിയിൽ പ്രഭയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുകയാണ്. ആ ഒരു സീൻ അവിടെ കട്ടായി മൂസയാണ് കാണിക്കുന്നത്. മൂസ നേരെ എത്തിയിരിക്കുന്നത് ഡോക്ടറിന്റെ അടുത്തേക്ക്. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എങ്ങനെയായിരിക്കാം പുരുഷന്റെ DNA വന്നിട്ടുണ്ടാവുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല, വീണ്ടും സാമ്പിൾ കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യണമെന്നായിരുന്നു ഡോക്ടർ ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് വീണ്ടും കത്തിക്കരിഞ്ഞ സ്ത്രീയുടെ ബോഡിയിൽ നിന്നും DNA സാമ്പിൾ എടുക്കുകയാണ്. ഇപ്പോൾ സാമ്പിൾ എടുക്കുന്നത് എല്ലിനുള്ളിൽ നിന്നാണ്. റിസൾട്ട് വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് മൂസ ഡോക്ടറിനെ കാണുമ്പോൾ ഡോക്ടർ വീണ്ടും അത് പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെന്തായിരിക്കും കാരണമെന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല, നെഗറ്റീവ് ആകുന്നെങ്കിൽ നേരത്തെ വന്ന റിപ്പോർട്ടിൽ എന്തെങ്കിലും എറർ ആയിരിക്കാം, അഥവാ പോസിറ്റീവ് ആയിരിക്കുമെങ്കിൽ അതിനെന്താണ് കാരണമെന്ന് എനിക്കറിയത്തില്ല. അത് കേൾക്കുന്ന മൂസയ്ക്ക് ദേഷ്യം വന്നിട്ട് കേസുമായി ബന്ധപ്പെട്ട വല്ല കാര്യമാണെങ്കിൽ അതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയും, പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ, അത് നിങ്ങളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് അല്ലേ എന്നായിരുന്നു മൂസ ചോദിക്കുന്നത്. അങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയുമില്ല. ഞങ്ങൾ ചെയ്യുന്ന ടെസ്റ്റിൽ വീണ്ടും അത് പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് പിന്നിൽ നടക്കുന്ന കാരണങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയില്ല എന്നതായിരുന്നു ഡോക്ടറിന്റെ മറുപടി. അതെല്ലാം ആലോചിച്ച് നിൽക്കുകയാണ് മൂസ. അങ്ങനെ ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്നു. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവാണ്. അതെ, പുരുഷന്റെ DNA ആണ് സ്ത്രീയുടെ ദേഹത്തുണ്ടായിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലാകുന്നതേയില്ല. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു ഡോക്ടറിന്റെ നേരെ മൂസ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അതെന്തെന്നാൽ നേരത്തെ ഒരു ഫാക്ടറി കാണിച്ചില്ലേ, ഹിന്ദിക്കാരൻ വർക്ക് ചെയ്യുന്ന ഫാക്ടറിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ ഫാക്ടറിയിലെ CCTV ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യുന്നു. സത്യത്തിൽ ആ ഫാക്ടറിയിൽ എന്താണ് ചെയ്യുന്നതെന്നാൽ ഈ സാമ്പിളൊക്കെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ടിന്നുകളില്ലേ, ആ ടിന്നുകളാണ് ആ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത്. ഫാക്ടറിയിൽ ടിന്നുകളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഗ്ലൗസും മാസ്കും ഒക്കെ ധരിക്കണം. എന്നാൽ ഇപ്പോൾ അതേ ഹിന്ദിക്കാരൻ പയ്യൻ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അവനാണെങ്കിലോ മാസ്കും ധരിച്ചിട്ടില്ല, ഗ്ലൗസും ധരിച്ചിട്ടില്ല. അവൻ ഈ ടിന്നുകളൊക്കെ മാറ്റുന്ന സമയത്ത് അവന്റെ വിയർപ്പും ഉമിനീരുമൊക്കെ ആ ഒരു ടിന്നിലേക്ക് വീഴുന്നുണ്ട്. അവന്റെ ഫിംഗർ പ്രിന്റും ഒക്കെ അതിൽ വീഴുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ടിന്നിലെടുക്കുന്ന സാമ്പിളുകളിലെല്ലാം മറ്റൊരാളുടെ DNA മാച്ച് ആകുന്നത്. ആ ഒരു ഹിന്ദിക്കാരൻ പയ്യനെ നമുക്ക് മോശമായിട്ട് ചിത്രീകരിച്ചെങ്കിലും സത്യത്തിൽ അവനൊന്നും ചെയ്തിട്ടില്ല. അവനൊന്നുമല്ല സീരിയൽ കില്ലർ. അവന്റെ ദേഹത്ത് നിന്ന് വീഴുന്ന വിയർപ്പും ഉമിനീരും കൊണ്ടാണ് അവന്റെ DNA സാമ്പിളുകളെല്ലാം എല്ലാ സ്ഥലത്തും പോസിറ്റീവായത്. അവനല്ല ഈ ഒരു ക്രൈം ഒന്നും ചെയ്തിരിക്കുന്നത്. ആ ഒരു കാര്യം ഇപ്പോൾ മൂസയ്ക്കും ഡോക്ടറിനും ഒക്കെ മനസ്സിലായി. ആ ഒരു വിവരം SP അറിയിക്കുകയാണ്. അപ്പോൾ പിന്നെ ആരായിരിക്കും ഇതിനെല്ലാം പിന്നിലെന്ന് അവർ ചിന്തിക്കുന്നു. സീരിയൽ കില്ലറെന്നും ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ ഇല്ലാന്നറിഞ്ഞതോടുകൂടി ഉയർന്ന ഉദ്യോഗസ്ഥനൊക്കെ വല്ലാതെ ദേഷ്യം വരുന്നു. ആ ഒരു രീതിയിൽ വഴിതെളിച്ചു വിട്ടത് SP മൂസയും ഒക്കെ ആയിരുന്നല്ലോ. പത്രസമ്മേളനത്തിൽ വന്നിരുന്നിട്ട് ഇതിനെല്ലാത്തിനും പിന്നിൽ സീരിയൽ കില്ലർ ഒന്നുമല്ല, മണി തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് ഉയർന്ന ഉദ്യോഗസ്ഥനൊക്കെ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ വീണ്ടും മണിയെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവും വന്നിരിക്കുകയാണ്. ഈ ഒരു വിവരം അറിഞ്ഞതോടുകൂടി മൂസ നേരെ മണിയെ കാണുവാൻ വേണ്ടിയിട്ട് എത്തുന്നു. ഡേയ്, നീ എന്നോട് ക്ഷമിക്കടാ, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്നാണ് മൂസ മണിയോട് പറയുന്നത്. സാരമില്ല എന്ന് മണി പറയുന്നുമുണ്ട്. മണിയെ കണ്ടിട്ട് മൂസ പോകുവാനായി ഒരുങ്ങുന്ന അതേ സമയം തന്നെയായിരുന്നു മണിയെ കാണുവാൻ വേണ്ടിയിട്ട് അവിടേക്ക് പ്രഭ വരുന്നത്. പ്രഭ പറഞ്ഞിരുന്നത് മണിയുമായിട്ട് മിണ്ടില്ല, സഹകരിക്കില്ല എന്നൊക്കെയല്ലേ. എന്നിട്ടിപ്പോൾ എന്തിനായിരിക്കും പ്രഭ മണിയെ കാണാൻ വരുന്നതെന്ന് മൂസ ചിന്തിക്കുന്നു. മൂസ അവിടെ നിന്നും പ്രഭയെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുമ്പോൾ സാറേ, ഞാൻ അവനോട് മിണ്ടില്ല എന്ന് പറഞ്ഞതൊക്കെ സത്യം തന്നെയായിരുന്നു, പക്ഷേ എനിക്ക് മണിയെ നല്ല സംശയമുണ്ട്. മണി പറഞ്ഞിരുന്നത് സുന്ദർ മണിക്കൊപ്പമായിരുന്നു അന്നേ ദിവസം ഉണ്ടായിരുന്നത് എന്നല്ലേ, പക്ഷേ സുന്ദർ അവനൊപ്പം ഇല്ലായിരുന്നു. ഞാനത് അന്വേഷിച്ചതാണെന്നുള്ള കാര്യം പ്രഭ പറയും. മൂസയ്ക്ക് നല്ല സംശയം തോന്നും. മൂസ ഉടനെ തന്നെ സുന്ദറിനെ കസ്റ്റഡിയിലെടുത്ത് തല കീഴായി കെട്ടിത്തൂക്കി അവനെ ഒരുപാട് അടിക്കുന്നു. കൂടെ മണിയുമുണ്ട്. മണിയെ ഒരു സ്ഥലത്ത് ഇരുത്തിയിരിക്കുക. സുന്ദറിനെ തല്ലുന്നതെല്ലാം മണി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മണി ഒന്നും തന്നെ മിണ്ടുന്നതേയില്ല. എന്നാൽ അടികൊണ്ട്
കൊണ്ട് അവശനായി വേദന സഹിക്കാൻ വയ്യാത്ത സുന്ദർ എന്തോ പറയുവാനായി ഒരുങ്ങുന്ന അതേ സമയം തന്നെയായിരുന്നു ഡേ ഒന്നും പറയല്ലേടാ, അതൊന്നും പറയല്ലേടാ എന്ന് മണി പറയുന്നത്. അതോടെ ഇതിന് പിന്നിൽ എന്തോ ഉണ്ടെന്നുള്ള കാര്യം മൂസയ്ക്ക് മനസ്സിലായി. നീ സത്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവൻ ഇനിയും അടി കൊണ്ടുകൊണ്ടേയിരിക്കുമെന്നുള്ള കാര്യം മൂസ പറയുമ്പോൾ ഞാൻ എന്താണ് സംഭവിച്ചെന്ന് തുറന്നു പറയാമെന്ന് മണി പറയുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. സുന്ദറിന് ഗീതയെ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ. പല സമയത്തും സുന്ദർ ഗീതയെ വളയ്ക്കുവാനായിട്ട് ട്രൈ ചെയ്തിരുന്നു. ഗീതയുടെ വീടിന് മുന്നിലേക്ക് ചെന്നിട്ട് എപ്പോഴും അവളുടെ വീടിന്റെ ജനലിലൂടെ എത്തി നോക്കുക, ഇതൊക്കെ പതിവായിരുന്നു. പല സമയത്തും ഗീത ജനൽ അടച്ചു കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു ദിവസം ജനൽ തുറന്നു കിടക്കുന്നു. സുന്ദർ ആ ഒരു ജനലിലൂടെ എത്തി നോക്കുന്നു. പിന്നീട് അങ്ങോട്ട് സുന്ദറും ഗീതയും തമ്മിൽ പ്രണയത്തിലാവുകയാണ്. അവർ എപ്പോഴും ഫോൺ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ ആ ഒരു കാര്യമൊന്നും മണിക്കറിയത്തേയില്ല. എന്നാൽ ഒരു ദിവസം മണിയും നിലയും തമ്മിലുള്ള പ്രണയത്തിൽ പ്രശ്നം വരുന്നു. ആ ഒരു കാര്യം ഗീത അറിയിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്റെ പ്രണയത്തിലും വല്ല പ്രശ്നവും ഉണ്ടായാലോ എന്ന് കരുതി സുന്ദരമായിട്ട് ഒളിച്ചോടുവാനായി തീരുമാനിക്കും. ഒളിച്ചോടുവാനായി തീരുമാനിച്ചിരുന്ന അന്ന് രാത്രി തന്നെയായിരുന്നു മണി നിലയും കൂട്ടി വീട്ടിലേക്ക് വരുന്നത്. അതോടുകൂടി ഒളിച്ചോടി പോകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് നിൽക്കുകയായിരുന്നു ഗീത. എന്നാൽ അടുത്ത ദിവസം രാവിലെ പോകാമെന്ന് കരുതിയപ്പോഴോ അടുത്ത ദിവസം രാവിലെ തന്നെ നിലയുടെ വീട്ടുകാർ പ്രശ്നമുണ്ടാക്കുവാനായിട്ട് മണിയുടെ വീട്ടിലേക്ക് എത്തി. അപ്പോഴും ഗീതയ്ക്കും സുന്ദറിനും ഒളിച്ചോടി പോകുവാനായിട്ട് കഴിഞ്ഞില്ല. അതിന്റെ ദേഷ്യമായിരുന്നു ഗീതയ്ക്കുണ്ടായിരുന്നത്. എന്നാൽ മണി നിലയുടെ അച്ഛനോട് സംസാരിക്കുന്നത് ഗീത കേൾക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് എന്റെ സഹോദരിക്കൊപ്പം നിലയെ പറഞ്ഞുവിടാമെന്നായിരുന്നു മണി പറഞ്ഞത്. അതൊരു അവസരമായി എടുക്കാമെന്നുള്ള കാര്യം ഗീത കരുതും. നില വന്നതിന് ശേഷം ഗീതയുടെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസമെല്ലാം നില ശ്രദ്ധിക്കുന്നുണ്ട്. ഗീതയ്ക്കടുത്തേക്ക് എത്തുന്ന നില, ഞാൻ വന്നത് നിനക്കിഷ്ടമായില്ലേ, അന്നു മുതൽ നീ വല്ലാത്ത സങ്കടത്തിലാണല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് ഗീത പൊട്ടിക്കരയുന്നത്. ഗീതയ്ക്കടുത്തേക്ക് വരുന്ന നില കാണുന്നത് ഗീത തന്റെ കൈ എറുത്തിരിക്കുന്നത്. അതോടുകൂടി നില ഷോക്കായി പോകുന്നു. എന്താ നിനക്ക് പറ്റിയതെന്ന് നില ചോദിക്കുമ്പോൾ ഗീത തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം നിലയോട് തുറന്നു പറയുന്നു. അന്ന് സുന്ദർ ജനൽ വഴി എത്തി നോക്കിയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവൻ കാണുന്ന കാഴ്ച ഗീതയും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ പൂർണ്ണയും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത്. അവർ രണ്ടുപേരും ലെസ്ബിയൻസ് ആണ്. അത് കാണുന്ന സുന്ദർ ഞെട്ടി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഗീതയാണെങ്കിലോ വല്ലാത്ത കരച്ചിൽ. ഈ ഒരു വിവരം എന്റെ ചേട്ടനും അമ്മയും ഒക്കെ അറിയുമോ എന്ന് പറഞ്ഞാണ് അവൾ കരയുന്നത്. നിന്നോടവന് പ്രണയമുണ്ടായിരുന്നിട്ടും അവൻ ഇതുവരെയായിട്ടും നിന്നോടത് പറഞ്ഞില്ലല്ലോ, അപ്പോൾ ഈ ഒരു കാര്യവും ആരോടും പറയില്ല, നീ പേടിക്കാതെ എന്ന് പറഞ്ഞ് പൂർണ്ണി അവളെ സമാധാനിപ്പിക്കുന്നു. സുന്ദരമായിട്ട് പ്രണയത്തിലായെന്നും സുന്ദരമായിട്ട് ഫോണിൽ സംസാരിക്കുന്നു എന്നൊക്കെ നമ്മളെ കാണിച്ചില്ലേ, സത്യത്തിൽ അതൊക്കെ പൂർണ്ണയുമായിട്ട് അവൾ സംസാരിക്കുന്നതായിരുന്നു. പൂർണ്ണയുമായിട്ട് അവൾ ആത്മാർത്ഥമായിട്ട് പ്രണയത്തില. എന്നാൽ അങ്ങനെ ഇരിക്കെ പൂർണ്ണിക്ക് വീട്ടിൽ വിവാഹം ആലോചിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ഗീത അറിയുന്നു. ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല, നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് തീരുമാനിച്ചാണ് പൂർണ്ണയും ഗീതയും ഒളിച്ചോടി പോകുവാനായിട്ട് തീരുമാനിച്ചത്. നില വന്നതുകൊണ്ടാണ് അവർക്ക് ഒളിച്ചോടി പോകാൻ കഴിയാതിരുന്നത്. അത് പറഞ്ഞ് ഗീത കരയുന്നു. നില അവളെ ഒരുപാട് സമാധാനിപ്പിക്കുകയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു മണി വീട്ടിലേക്ക് വരുന്നത്. മണി വീട്ടിൽ വരുമ്പോൾ ഗീത ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് എത്തിയ മണി ഉടനെ തന്നെ നിലക്കെടുത്തെത്തിയിട്ട് പ്രശ്നമുണ്ടാക്കുക. അതാണ് അടുത്തുള്ളവരൊക്കെ കണ്ടതും. പ്രശ്നമുണ്ടാക്കുന്നതിന് കാരണം എന്തെന്നാൽ നിലയുടെ ചേട്ടൻ മണിയോട് പറഞ്ഞത് മണിയുടെ സഹോദരിക്ക് ഇഷ്ടം പെണ്ണുങ്ങളെയാണെന്ന്. നിലയുടെ ചേട്ടനോട് അങ്ങനെയുള്ള കാര്യം പറഞ്ഞത് നില തന്നെയാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോൾ മണി വന്ന് നിലയോട് പ്രശ്നമുണ്ടാക്കുന്നത്. അതെ, ഞാൻ തന്നെ പറഞ്ഞത്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഗീതയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചേട്ടനോട് ഈ ഒരു കാര്യം പറഞ്ഞതെന്ന് നില പറയുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന മണിക്കടുത്തേക്ക് നില എത്തുന്നു. എന്നിട്ട് ഗീത പറഞ്ഞ കാര്യങ്ങളെല്ലാം നില മണിയോട് പറയുകയാണ്. അതെല്ലാം കേട്ട് എന്ത് ചെയ്യുമെന്ന് മണിക്ക് അറിയത്തേയില്ല. മാത്രമല്ല നില ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഗീതയ്ക്ക് പൂർണ്ണയുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് അവൾ അങ്ങനെ കൈയേർത്തതും. അതുകൊണ്ട് അവളെ ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ആ ഒരു സമയത്ത് എനിക്ക് നിങ്ങളുടെ കൂട്ടുകാരനായിട്ടുള്ള സുന്ദറിനെയും പ്രഭയും വിളിക്കാൻ കഴിയത്തില്ല. അവരോട് ഞാൻ എന്ത് പറയാനാ? എന്റെ ചേട്ടനെ എനിക്ക് വിശ്വസിക്കാമെന്ന് കരുതി. അതാ ഞാൻ ചേട്ടനെ വിളിച്ചത്. ചേട്ടനോട് ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ ആ ഒരു രീതിയിൽ മനസ്സിലാക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയൊന്നും ആകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്നുള്ള കാര്യം നില പറയുമ്പോൾ സാരമില്ല, എന്തായാലും നടക്കേണ്ടത് നടന്നു എന്നാണ് മണി നിലയോട് പറയുന്നത്. അതിനുശേഷം മണി നേരെ പൂർണ്ണിക്കടുത്തേക്ക് എത്തുന്നു. എന്നിട്ട് അവളെ ഒരുപാട് സമാധാനിപ്പിക്കും. നീ വിഷമിക്കേണ്ട, ഞാൻ അമ്മയോട് ഈ ഒരു കാര്യം സംസാരിക്കാം. നീ ആഗ്രഹിച്ച ജീവിതം തന്നെ ഞാൻ നിനക്ക് തരുമെന്ന് മണി തന്റെ സഹോദരിയോട് പറയും. ഗീത ലെസ്ബിയൻ ആണെന്നുള്ള കാര്യം അറിയാവുന്നത് സുന്ദറിനും നിലയുടെ ചേട്ടനുമാണ്. അവർ ഈ ഒരു കാര്യം പുറത്തു പറയുമോ എന്ന പേടിയായിരുന്നു മണിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അടുത്ത് പോയിട്ട് ആരോടും പറയരുതെന്നൊന്ന് കെഞ്ചി പറയാമെന്നും മണി കരുതുന്നു. മണി ആദ്യമായിട്ട് എത്തുന്നത് സുന്ദറിന്റെ അടുത്തേക്കാണ്. സുന്ദർ മണിയെ കണ്ടതും അവിടെ നിന്ന് പേടിച്ചോടുന്നു. മണിയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ സുന്ദറിനെ പിടികൂടുകയാണ്. എന്നാൽ സുന്ദറിന്റെ പെരുമാറ്റത്തിൽ നിന്നും അവൻ മറ്റാരെയോ ലോക്ക് ചെയ്തിട്ടുള്ള കാര്യം മണിക്ക് മനസ്സിലായി. അതാരെയെന്നാൽ പൂർണ്ണിയാണ്. പൂർണ്ണിയെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗീതയെ തനിക്ക് കിട്ടുമല്ലോ എന്നാണ് സുന്ദർ കരുതിയിരുന്നത്. അതുകൊണ്ടാണ് അവൻ പൂർണ്ണിയെ ലോക്ക് ചെയ്തിരുന്നത്. ഈ ഒരു വിവരം അറിയുന്ന മണി പൂർണ്ണിയെ അവിടെ നിന്നും രക്ഷിച്ച് പറഞ്ഞു വിടുകയാണ്. സാറേ, ഇതാ യഥാർത്ഥത്തിൽ നടന്നത്. ഞാൻ ഈ ഒരു കാര്യമൊന്നും ആരോടും
ആരോടും പറയാത്തത് എന്റെ സഹോദരി ഒരു ലെസ്ബിയൻ ആണെന്നുള്ള കാര്യം എല്ലാവരും അറിയും. എന്റെ അമ്മ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ തകർന്നു പോകും. അതുകൊണ്ടാ ഞാൻ ആരോടും ഒരു കാര്യവും മിണ്ടാതിരുന്നത് എന്നായിരുന്നു മണി പറഞ്ഞത്. ഈ കാര്യം ഒരിക്കലും പുറത്തറിയരുത്. കേസ് സംബന്ധമായിട്ട് പോലും ഈ ഒരു വിവരം പുറത്തു വരരുതെന്ന് പറഞ്ഞ് മണി മൂസയുടെ കാലിൽ വീണ് കെഞ്ചുന്നു. മൂസയും ബാക്കിയുള്ള പോലീസുകാരും ഈ ഒരു കാര്യം ചർച്ച ചെയ്യുകയാണ്. ഇത്രയും നാളായിട്ടും ഇവൻ ഈ ഒരു കാര്യമെല്ലാം മറച്ചു വെച്ചല്ലോ. സുന്ദറിനെ കൂടാതെ ഗീത ലെസ്ബിയൻ ആണെന്ന് അറിയാവുന്ന ആള് നിലയുടെ ചേട്ടനാണ്. കേസന്വേഷണ സമയത്ത് എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു കാര്യമൊന്നും പറയാത്തതെന്ന് മൂസയും കൂട്ടരും ചിന്തിക്കും. അവർ നേരെ പോകുന്നത് നിലയുടെ ചേട്ടനെ കാണാനാണ്. ചേട്ടനോട് ഈ ഒരു കാര്യം ചോദിക്കുമ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ ചേട്ടൻ പറയുന്നത്. ഗീത ലെസ്ബിയൻ ആണെന്ന് അറിഞ്ഞതിന് ശേഷം നിലയുടെ ചേട്ടൻ നേരെ വരുന്നത് മണിയെ കാണുവാൻ വേണ്ടിയിട്ട്. മണിയോട് നിലയുടെ ചേട്ടൻ ചോദിക്കുന്നത്, എടാ നീ തന്നെയാണോ എന്റെ സഹോദരിയെ കറക്റ്റ് ചെയ്തത്, അതോ നിന്റെ സഹോദരി എന്റെ സഹോദരിയെ കറക്റ്റ് ചെയ്തതാണോ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് മണിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. ആവശ്യമില്ലാത്ത രീതിയിലൊന്നും സംസാരിക്കരുത്, എന്റെ സഹോദരിയെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞ് അവൻ നിലയുടെ ചേട്ടനോട് സംസാരിക്കുവാനായി തുടങ്ങുമ്പോഴോ ഞാൻ പറയും, ഞാൻ എല്ലാവരെയും അറിയിക്കുമെന്ന് നിലയുടെ ചേട്ടൻ പറയുന്നു. അത് കേട്ടതും മണിക്ക് വല്ലാതെ ദേഷ്യം വരും. രണ്ടുപേരും തമ്മിൽ വലിയ ഫൈറ്റ് തന്നെ നടക്കുന്നു. മണിയുടെ കൈവശം ഒരു അരിവാൾ ഉണ്ടായിരുന്നു. ആ അരിവാൾ ഉപയോഗിച്ചാണ് രണ്ടുപേരും ഫൈറ്റ് നടത്തുന്നത്. ഫൈറ്റിനൊടുവിൽ ആ അരിവാൾ കൊണ്ട് മണിയാണെങ്കിൽ നിലയുടെ ചേട്ടനെ കൊല്ലുമെന്ന അവസ്ഥ വരുമ്പോൾ അരിവാൾ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് മണി അവിടെ നിന്ന് പോകുന്നത്. ആ ഒരു സീനാണ് സീരീസിന്റെ തുടക്കത്തിൽ കാണിച്ചത്. ഇതാണ് നടന്നതെന്നുള്ള കാര്യം നിലയുടെ ചേട്ടൻ മൂസയോട് പറയുന്നു. അന്വേഷണ സമയത്ത് ഇതൊന്നും നീ എന്താ തുറന്നു പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ ഗീത ലെസ്ബിയൻ ആണെന്നുള്ള കാര്യം ഞാൻ എന്തിനാ ഇനി തുറന്നു പറയുന്നത്, അവൾ മരിച്ചു പോയില്ലേ, മരിച്ചു പോയതിനു ശേഷം ഒരാളെ വീണ്ടും അപമാനിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്നും നിലയുടെ ചേട്ടൻ പറയുന്നു. അങ്ങനെയിരിക്കെ മൂസയുടെ ഭാര്യയ്ക്ക് പ്രസവ വേദന വരികയാണ്. ഒരു പെൺകുഞ്ഞിനും അവർ ജന്മം നൽകുന്നു. മൂസയും ഭാര്യയും കാണുവാൻ വേണ്ടിയിട്ട് എസ് പിയും എസ് പിയുടെ ഹസ്ബൻഡും ഒക്കെ എത്തുന്നു. എസ് പിക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ ആയിരിക്കുകയാണ്. പോകുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും മൂസയെ ഹെൽപ്പ് ചെയ്യണമെന്ന് കരുതി എസ് പി ഒരു കാര്യം മൂസയെ വിളിച്ച് പറയും. എനിക്കറിയാവുന്നൊരു ഓഫീസറുണ്ട്, ഓഫീസറുമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. എങ്ങനെയായിരിക്കാം ആ പെൺകുട്ടിയുടെ കൈ വെട്ടിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അതൊരു അരിവാൾ ഉപയോഗിച്ചാണ് കൈ വെട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഓഫീസർ പറഞ്ഞത്. മണിയും നിലയുടെ ചേട്ടനും തമ്മിൽ ഫൈറ്റ് നടന്ന സമയത്ത് മണി ഒരു അരിവാൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അതേ അരിവാൾ വെച്ച് തന്നെയാണ് ഗീതയുടെ കൈ വെട്ടിയിരിക്കുന്നത്. ആ ഒരു അരിവാൾ എവിടെയാണെന്നുള്ള കാര്യം കണ്ടെത്തണമെന്നും എസ് പി പറയുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് മണിയെ വിശ്വാസമാണോ എന്നുള്ള കാര്യം കൂടി എസ് പി ചോദിക്കുന്നുണ്ട്. മൂസയ്ക്ക് അതിനൊന്നും മറുപടിയില്ലായിരുന്നു. അങ്ങനെ മൂസയും കൂട്ടരും ചേർന്ന് മണിയുടെ കൂട്ടുകാരുടെ വീട്ടിൽ എല്ലാത്തിലും പോയി അന്വേഷിക്കുകയാണ്. ആ ഒരു അരിവാൾ എവിടെന്നെങ്കിലും കിട്ടുമോ എന്ന് നോക്കും. സുന്ദറിന്റെ വീട്ടിലും എത്തി അന്വേഷിക്കുന്നു. പക്ഷേ സുന്ദറിന്റെ വീട്ടിൽ നിന്നും അരിവാൾ കിട്ടിയതേയില്ല. സുന്ദറിന്റെ വീട് മുഴുവൻ പരിശോധിക്കുന്ന സമയത്ത് അവരുടെ ഒരു ഫാമിലി ഫോട്ടോ കാണാനിടയുണ്ടായി. ആ ഫാമിലി ഫോട്ടോയിൽ സുന്ദറിനും അമ്മയ്ക്കുമൊപ്പം ഒരു പുരുഷൻ കൂടി ഉണ്ടായിരുന്നു. ആ പുരുഷനെ കണ്ട് നല്ല പരിചയം പോലീസുകാർക്കുണ്ട്. അതാരാണെന്ന് അന്വേഷിക്കുമ്പോൾ സുന്ദറിന്റെ മാമനാണെന്ന് അറിയാൻ കഴിഞ്ഞു. ഈ മാമൻ ആരെന്നാൽ അന്ന് മണിക്കെതിരെ മൊഴി കൊടുക്കുവാനായിട്ട് ഒരു മുരുകൻ എന്നൊരാൾ എത്തിയില്ലേ, ഡ്രഗ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന, അയാൾ തന്നെയായിരുന്നു സുന്ദറിന്റെ മാമൻ. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് എന്തൊക്കെയോ സംശയം തോന്നി മുരുകനെ വിളിച്ചു വരുത്തുകയാണ്. അവിടേക്ക് വരുന്ന മുരുകന് ഒരു സംശയവും തോന്നാതിരിക്കുവാനായിട്ട് സുന്ദറിനെയും അമ്മയും വീടിന്റെ രണ്ട് മൂലക്കായിട്ട് ഇരുത്തിയിരിക്കുകയാണ്. പോലീസുകാർ വീട്ടിൽ ഒളിച്ചിരിക്കുന്നു. എന്നാൽ വീട്ടിലേക്ക് എത്തിയ മുരുകന് വീട്ടിൽ പോലീസുകാർ ഉണ്ടെന്ന സംശയമുണ്ടാവുകയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനായി ശ്രമിക്കുമ്പോഴോ പോലീസുകാർ അവിടെ മാകെ വളഞ്ഞ് മുരുകനെ പിടികൂടുന്നു. എന്നിട്ട് അകത്ത് കൊണ്ടുവന്ന് ഒരുപാട് അടിക്കുകയാണ്. സത്യം പറ, ഇതിനെല്ലാം പിന്നിൽ നീയല്ലെന്ന് ചോദിക്കുമ്പോൾ മുരുകൻ അടികൊള്ളുന്നത് കണ്ട് ആകെ തകർന്നു പോയ സുന്ദറിന്റെ അമ്മ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. ഈ സുന്ദറിനാണെങ്കിലോ ഗീതയെ ഒരുപാട് ഇഷ്ടമല്ലേ. ഗീതയെ പ്രണയിക്കുന്ന കാര്യങ്ങളെല്ലാം സുന്ദർ വന്ന് അമ്മയോട് പറയുമായിരുന്നു. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് അവൻ അമ്മയോട് പറയും. എന്നാൽ ഒരു ദിവസം ജനലിലൂടെ നോക്കുന്ന സമയത്ത് ഗീതയും പൂർണ്ണയും ഒരുമിച്ച് കണ്ടില്ലേ, ആ ഒരു വിവരം വന്ന് അമ്മയോട് പറയുന്നു. ഗീത ഒരു ലെസ്ബിയൻ ആണെന്ന് പറഞ്ഞിട്ടാണ് സുന്ദർ കരയുന്നത്. തന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന പേടി കാരണം അമ്മ നേരെ വന്ന് ഗീതയോട് സംസാരിക്കുന്നു. എന്റെ മകൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു നിൽക്കുകയാ, നീ അവനോട് വന്ന് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് അമ്മ ഗീതയോട് കെഞ്ചി പറയും. അത് കേൾക്കുന്ന ഗീത സുന്ദറിനോട് പോയി സംസാരിക്കാമെന്ന് തീരുമാനിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. എന്നാൽ ഇത് നില കാണും. നീ എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ കാര്യം പറയും. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ വരാമെന്ന് നില പറയുന്നു. ചേട്ടൻ വന്നിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ചേട്ടൻ വരുന്നതിന് മുൻപ് വീട്ടിലേക്ക് തിരികെ എത്തണമെന്ന് ഗീത പറയും. അതനുസരിച്ച് നിലയും ഗീതയ്ക്കൊപ്പം പോവുകയാണ്. അവരെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് മുരുകന്റെ ഓട്ടോയിലാണ് സുന്ദറിന്റെ അമ്മ വന്നിരിക്കുന്നതും അവരെ ഓട്ടോയിൽ കയറ്റി സുന്ദറിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ വീട്ടിൽ സുന്ദർ ഇല്ലായിരുന്നു. രണ്ടുപേരെയും അവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. സുന്ദറിന്റെ അമ്മ മുരുകന്റെ കയ്യിൽ വിഷം ഏൽപ്പിച്ചിട്ട് ഗീതയ്ക്കൊപ്പമുള്ള പെൺകുട്ടിക്ക് വിഷം കൊടുത്ത് കൊന്നുകളയണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അമ്മ നേരെ എത്തിയിരിക്കുന്നത് സുന്ദറിനെ
സുന്ദറിനടുത്തേക്ക്. സുന്ദറാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ പൂർണിയെ ലോക്ക് ചെയ്തു. പക്ഷെ അവിടേക്ക് എത്തിയ മണി അവളെ രക്ഷിച്ച് പറഞ്ഞു വിട്ടു. അവൾ കാരണമാ എനിക്ക് ഗീതയെ കിട്ടാത്തതെന്ന് പറഞ്ഞാണ് അവൻ കരയുന്നത്. സുന്ദർ പറയുന്നത് കേട്ട് അമ്മ ഷോക്കായി പോകുന്നു. അയ്യോ, അത് പൂർണിയല്ലേ? അപ്പോൾ ഞാൻ കൊണ്ടുവന്നത് ആരെയാണെന്ന് അമ്മ ചിന്തിക്കും. അമ്മ ഉടനെ തന്നെ മുരുകനെ വിളിച്ച് അവൾക്ക് വിഷം കൊടുക്കരുതെന്നും പറയുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞ് അമ്മ പൊട്ടിക്കരയുകയാണ്. അപ്പോൾ വിഷം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ 2 പെൺകുട്ടികളും എങ്ങനെ മരണപ്പെട്ടു പോയി? അപ്പോൾ മുരുകൻ എന്തോ ഇതിൽ പങ്കുണ്ടെന്ന് കരുതി മുരുകനെ ഒരുപാട് തല്ലുന്നു. സത്യം പറയടാ, നീ എന്താ അവരെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അടികൊണ്ട് അവശനായ മുരുകൻ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. സുന്ദറിന്റെ അമ്മ വിളിച്ച് വിഷം കൊടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ നീ എന്താ അത് നേരത്തെ പറയാത്തത്? അതൊക്കെ എപ്പോഴേ നടന്നു കഴിഞ്ഞുവെന്ന് മുരുകൻ പറയുന്നു. സത്യത്തിൽ മുരുകനെ അമ്മ വിളിച്ചിട്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞ സമയത്ത് മുരുകൻ അവർക്ക് വിഷം കൊടുത്തിട്ടേയില്ല. 2 പേരെയും 2 സ്ഥലത്തായിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. മുരുകന് ആ 2 പെൺകുട്ടികളെയും കണ്ടപ്പോൾ വല്ലാത്തൊരു മോഹം. അവരോട് മോശമായി പെരുമാറണമെന്നൊരു തോന്നൽ വരുന്നു. 2 പേരോടും അയാൾ മോശമായിട്ട് പെരുമാറുകയാണ്. എന്നിട്ട് നിലയുടെ കഥ കഴിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഗീതയ്ക്കടുത്തേക്കും ചെല്ലുകയാണ്. ഗീതയോടും മോശമായി പെരുമാറും. അതിനവൾ സമ്മതിക്കാത്തത് കൊണ്ടാണ് അവളുടെ ഒരു കൈയുടെ കാര്യത്തിൽ തീരുമാനമാക്കിയത്. എന്നിട്ട് അവളുടെ കഥ കഴിക്കുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുള്ള കാര്യം മുരുകൻ തുറന്നു പറയും. മുരുകൻ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സുന്ദർ ആകെ തകർന്നു പോവുകയാണ്. അലറി കരഞ്ഞുകൊണ്ട് സുന്ദർ അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് തന്റെ കയ്യിൽ കിട്ടിയ ആയുധം ഉപയോഗിച്ച് മാമന്റെ കഥ കഴിക്കുന്നു. സുന്ദറിനെ പോലീസുകാർ പിടിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നാലും മാമൻ അപ്പോഴേക്കും തീർന്നിരുന്നു. അങ്ങനെ ആ ഒരു കൊലപാതക കേസ് കണ്ടെത്തിയിരിക്കുകയാണ്. യഥാർത്ഥ പ്രതി ആരാണെന്നും കണ്ടെത്തി മണിയല്ല കുറ്റക്കാരനെന്നും തെളിഞ്ഞിരിക്കുന്നു. എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം നിലയുടെ വീട്ടുകാരെയും ഗീതയുടെ വീട്ടുകാരെയും ഒക്കെ അറിയിക്കുകയാണ്. അവരൊക്കെ പൊട്ടിക്കരയുക. മണിയും ഈ ഒരു വിവരം അറിയുന്നു. തന്റെ സഹോദരിക്കും താൻ സ്നേഹിച്ച പെൺകുട്ടിക്കും ഇത്തരമൊരു ക്രൂരതയാണല്ലോ സംഭവിച്ചെന്നോർത്ത് മണി പൊട്ടിക്കരയുന്നു. അതിനുശേഷം തന്റെ വീട്ടിലേക്ക് എത്തുകയാണ് മൂസ. തന്റെ കുഞ്ഞിനെ കയ്യിലേക്ക് ഏറ്റുവാങ്ങിയ മൂസ, ഇത്രയും ഒരു നശിച്ച ലോകത്താണല്ലോ നീ ജനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അതോടുകൂടി ഈ ഒരു സീരീസിന്റെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.